മർക്കോസിന്റെ സുവിശേഷത്തിലെ 3 വാക്യങ്ങൾ വായിച്ചിട്ട് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും 39-ാമത്തെ വാക്യവും. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നിന്റെ പേരെന്ത്? 30-ാമത്തെ വാക്യം. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. എന്നെ തൊട്ടതാര്? 39-ാമത്തെ വാക്യം. അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? 3 വാക്യങ്ങൾ. 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിന്റെ പേരെന്താണ്? 5-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. എന്നെ ആരാണ് തൊട്ടത്? 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? കണ്ണുകളോടെ ചുരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാ തരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ മനസ്സും തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നിർമ്മലമായ ദൈവത്തിന്റെ വചനം, നിർമ്മലമായ സുവിശേഷം ഈ ദേശത്തോട് പറയാൻ, തന്റെ ദാസന്മാരുടെ അധ്വാനം, അവരുടെ ഉറക്കളപ്പ്, അവരുടെ സുവിശേഷത്തിന്റെ അഭിവാഞ്ച, അവരുടെ ആവേശം ഈ ദേശത്ത് ആത്മാക്കളായി മാറാൻ വേണ്ടി ശബ്ദമുയർത്തി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് തേജസ്സുടുത്തവനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ ദേശത്തിന്റെ ശാപത്തെ അഴിക്കാൻ, ഈ ദേശത്തിന്റെ പാപത്തിന്റെ പാശത്തെ അഴിക്കാൻ, തകർന്ന കുടുംബങ്ങളെ പണിയാൻ, ഉടഞ്ഞ കുടുംബങ്ങളെ പണിയാൻ, ശപിക്കപ്പെട്ടവരെ രക്ഷിപ്പാൻ, ശാപത്തിന്റെ അടിവേരുകൾ പറിക്കാൻ കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ഈ പന്തൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുമിച്ച കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ശബ്ദമുയർത്തി ഒന്ന് അന്യഭാഷ പറഞ്ഞ് ഒന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ അന്തരീക്ഷം ഇന്ന് രാത്രി തെളിയട്ടെ. ക്രൂശിക്കപ്പെട്ട കർത്താവ് ഉയർത്തപ്പെടട്ടെ. യേശുവിന്റെ ക്രൂശ് ഉയർത്തപ്പെടട്ടെ. കുറെ കൂടെ ശബ്ദമുയർത്തി ആരാധിച്ചാട്ടെ ദൈവമക്കൾ. ആരാധന ഒരു അഭിനയമല്ല, ഇതൊരു അനുഭവമാണ്. ഏത് നാൽക്കുവരയിലും ഏത് പരസ്യ സ്ഥലത്തും ലജ്ജ കൂടാതെ യേശുവിനെ ആരാധിക്കാൻ ആവേശമുള്ള ദൈവമക്കൾ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്താൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്മാരെ എല്ലാം ഏൽപ്പിക്കുന്നു. ഈ യോഗം നയിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. മുമ്പേ സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെയും മാനിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മമാരി എന്നുള്ള പേരിൽ നടത്തപ്പെടുന്ന ഈ ആത്മീക മുന്നേറ്റത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ. ഈ യോഗത്തിന്റെ പിറകിൽ അത്യധ്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവർ, മുമ്പേ സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ ദാസൻ സിനു റൈറ്റ്, അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന്റെ അഭിവാഞ്ച ദേശത്ത് ആത്മാക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ചിച്ചുവിനെ ഓർക്കുന്നു. ഒരുമിച്ച് കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ദൈവദാസന്മാർക്ക് എല്ലാവർക്കും വിശേഷാൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബത്തിനായിട്ട് സ്തോത്രം. പല ആവർത്തി അവരോടുകൂടെ യേശുവിനെ ഉയർത്താൻ അവസരം കിട്ടിയത് ഓർക്കുന്നു. ഇന്ന് രാത്രി എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? നാം ഒരുമിച്ച് ഇന്ന് രാത്രി യേശുവിനെ ഉയർത്താൻ പോകുകയാണ്. സുവിശേഷത്തിന്, ദൈവസഭയ്ക്ക് ധാരാളം രക്തസാക്ഷികളുണ്ട്. കാലഘട്ടത്തിന്റെ ഏടുകളിൽ എത്രയോ വിശുദ്ധന്മാര് ഈ ലോകത്തിൽ ഭീകരമായ പീഡനത്തിന് വിധേയമായി മണ്ണിനോട് മടക്കയാത്ര പറയേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധന്മാരെ ഗ്രൗണ്ടിൽ നിരത്തി കിടത്തി അവരുടെ മേളിലൂടെ രഥമോടിച്ച് കളിച്ചവരുണ്ട്. വാളുകൊണ്ട് ഗളമറുത്തിട്ട് നിലത്ത് കിടന്ന് പിടയ്ക്കുന്ന
ആമേ വിശുദ്ധന്മാരുടെ ഉടല് കണ്ട് കൈയടിച്ച് ചിരിച്ച ആമേ കരുണയില്ലാത്ത നരാധമന്മാര് ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവദാസന്മാരുടെ ശരീരം മെഴുകിനകത്ത് മുക്കിയിട്ട് ആ ശരീരവും നെയ്ക്കണ്ടവും കൂടെ ഒരുമിച്ച് കത്തുമ്പോൾ ആളി കത്തുന്ന വെട്ടത്തിൽ പന്ത് കളി കണ്ട അധമന്മാർ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആമേ ജീവിച്ചിരുന്നിട്ടുണ്ട്. മൃഗത്തിന്റെ തോലിനകത്ത് ദൈവദാസന്മാരുടെ ശരീരം ചുറ്റി വെയിലത്ത് കൊണ്ടിട്ടിട്ട് പപ്പടം പൊടിയുന്നത് പോലെ ആ ശരീരം പൊടിഞ്ഞു പൊടിഞ്ഞ് കൂട് തകർത്ത് അവരുടെ പ്രാണൻ പറന്നു പോകുന്നത് അട്ടഹസിച്ച് ചിരിച്ച് കണ്ടുനിന്ന ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചോര മണക്കുന്ന ചോര കൊണ്ടെഴുതിയ എത്രയോ അധ്യായങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. ഇന്ന് രാത്രി ഈ ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ഈ പന്തലിനകത്ത് നാം യേശുവിനെ ഉയർത്തുമ്പോൾ ത്രിവർണ്ണ പതാക ഉയർന്നു പറക്കുന്ന നാനാത്വത്തിലേകത്തുമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കേന്ത്യൻ തെരുവുകളിൽ എത്രയോ ശക്തമായി കർത്താവിന്റെ ദാസന്മാർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. കമഴ്ത്തി കിടത്തി ചുട്ട കട്ടുകൊണ്ട് നാമെ നട്ടലിടിച്ചു പൊട്ടിച്ച് നീളമുള്ള കോലുകൊണ്ട് തലയോട് തല്ലിപ്പൊട്ടിച്ച് ദൈവദാസന്മാരുടെ കരച്ചിലും കണ്ണുനീരും കണ്ട് കൈയടിക്കുന്ന എത്രയോ ശക്തികൾ ഈ ലോകത്തിലുണ്ട്. എന്റെ ചോദ്യം, എന്നിട്ടും എന്തിനാണ് പരസ്യയോഗം? എന്നിട്ടും എന്തിനാണ് പന്തലിട്ടത്? എന്നിട്ടും എന്തിനാണ് പ്രസംഗിക്കുന്നത്? ചോരയുടെ അധ്യായങ്ങൾ കണ്ട് ഓടി മാളത്തിൽ ഒളിക്കണ്ടേ? ആമത്തല വലിക്കുന്നവർ അകത്തോട്ട് വലിയണ്ടേ? അവ എന്തിനാണ് പിന്നെയും 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 റോട്ടിലിറങ്ങിയത്? എന്തിനാണ് ആമെ വിയർപ്പിന്റെ ചുവയുള്ള നന്മ മുടക്കി പിന്നെ യോഗം നടത്തുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, മറ്റൊരുവനിലും രക്ഷയില്ലാത്തത് കൊണ്ട്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെടുവാൻ 1000 നാമങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ പുറകോട്ട് മാറിയേനെ. പാപിയായ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ വേറെ ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ടക്ഷോഭത്തിനോ പണം മുടക്കാനോ ഞങ്ങൾ മുതിരില്ലായിരുന്നു. ഈ ചോരമടക്കുന്ന അധ്യായം കണ്ട് ഒരുപക്ഷെ ഞങ്ങൾ ഓടി മാളത്തിൽ കയറി ഒളിച്ചേനെ. പക്ഷേ വാളുകൊണ്ട് ഗളമറുത്താലും എത്ര അലറി കരയേണ്ടി വന്നാലും കാഹളം ധ്വനിക്കുന്ന അന്നുവരെ ഈ മഹാരാജ്യത്തിൽ ഞങ്ങൾ യേശുവിനെ ഉയർത്തുകയാണ്. കാരണം എന്താ? അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ മറ്റൊരുവനിലും രക്ഷയില്ലെങ്കിൽ മനുഷ്യന് രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ നാമമാകയാൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ എന്റെ പ്രമേയം എന്റെ യേശു കർത്താവ് മാത്രമാണ്. വേദപുസ്തകത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവർക്ക് എന്റെ പ്രസംഗം ഒരു സൺഡേ സ്കൂൾ സ്റ്റോറിയായി തോന്നിയാൽ ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയുന്നു. സുവിശേഷത്തിന്റെ പ്രത്യേകത, സുവിശേഷം ജനകീയമാണ്. അക്ഷരാഭ്യാസമില്ലാത്തവന് ഒറ്റവട്ടം കേട്ടാൽ യേശുവിന്റെ സുവിശേഷം മനസ്സിലാകണം. ആമേ, ഇന്ന് രാത്രി ഞാനിവിടെ വന്നത് അവൻ ദാവീദിന്റെ കവണയിലിരിക്കുന്ന കല്ലിന്റെ തൂക്കമോ, ശിംശോന്റെ കയ്യിലിരിക്കുന്ന കഴുതയുടെ താടിയലിന്റെ തൂക്കമോ, ദാനിയേൽ കിടന്ന സിംഹക്കുഴിയുടെ ആഴമോ, ദാവീദ് വന്ന സിംഹത്തിന്റെ കനമോ അവ എന്റെ വിഷയമല്ല, അതെന്റെ പ്രബന്ധമല്ല, അതിന്റെ പ്രമേയമല്ല. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നവൻ വാളെടുക്കാത്തവനാണ്. വാളുകൊണ്ട് ഗളമറുത്ത് അവൻ തീതുപ്പുന്ന തോക്കുകൊണ്ട് ചുട്ടരിക്കുന്ന ബോംബ് കൊണ്ട് ഈ രാജ്യത്തെ വെട്ടിപ്പിടിച്ച് എത്രയോ പേര് 6 അടി മണ്ണിൽ അമർന്ന് പുഴുവിനിരയായപ്പോൾ ഇന്ന് രാത്രിയിലും ആയുധമെടുക്കാതെ വളരുന്ന ഒരു രാജ്യമുണ്ട്. അത് യേശുവിന്റെ രാജ. കൈ ഒന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ, ഒരു രാജ്യമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ രാജ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്റെ പ്രമേയം യേശുവാണ്. ഇരിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ തുടർമാനമുള്ള യാത്രകൾ, തുടർമാനമുള്ള ഈ ശുശ്രൂഷകൾ ശാരീരികമായി തൊണ്ടയ്ക്കൊക്കെ വളരെ ക്ലേശമുണ്ട്. അത് പറയുന്നതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ആമേൻ. എന്റെ തൊണ്ട തുറന്ന് ഞാൻ ഇന്ന് വരെ കേട്ടതായിട്ട് ഓർമ്മയില്ല. ഒരു 30 വർഷമായി. ഹല്ലേലൂയ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, തൊണ്ട ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ആമേൻ. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ. അതുകൊണ്ട് എന്റെ ശബ്ദത്തിന്റെ സൗകുമാര്യം കൊണ്ട് നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടിരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഡോക്ടർ ഉപയോഗിക്കുന്ന പേനയല്ല സൗഖ്യം തരുന്നത്, കൊടുക്കുന്ന മെഡിസിനാണ്. സൗഖ്യം വചനത്തിലാണ്, രക്ഷ വചനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൗരവമായിട്ട് പ്ലീസ് ആമേ നമുക്ക് ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്താം. ദൈവദാസന്മാർ, ദൈവമക്കൾ എത്ര പേര് ഹല്ലേലൂയ പറയുന്നുണ്ട്? യേശു ആരാണ്?
ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം പാസ്റ്ററെ. അറിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല പ്രസംഗിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ യോഗത്തിന് വന്നത്? യേശു എന്ന് കേൾക്കുമ്പോ ഹല്ലേലൂയ പറഞ്ഞ് ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്താൻ. അതെന്തിനാ? അത് നമ്മുടെ ദൗത്യമാണ്, അത് നമ്മുടെ ശുശ്രൂഷയാണ്. യേശുവാണ് എന്തിന് ജനിച്ചു, എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു, ആമേൻ, എവിടെ വളർന്നു, എത്ര നാള് ശുശ്രൂഷിച്ചു, എന്താ ശുശ്രൂഷിച്ചത്, ആരാ കൊന്നത്, എങ്ങനെയാ മരിച്ചത്, എവിടെ അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റോ, എങ്കിലിപ്പോൾ എവിടെ, ഇനി വരുമോ, ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങൾ ഈ ലോകത്തിൽ ആമെ കഴിച്ചും മതിച്ചും പുളച്ചും എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഈ ഭൂമി മുൻപോട്ട് പോകുമോ? ഇത് പൊടുപട പൊട്ടുമോ, കിറുകിറ കീറുമോ, മത്തനെ പോലെ ചാഞ്ചാടുമോ, കാവൽ മാടം പോലെ ആടുമോ? ഇവിടെ വലിയ മഹായുദ്ധങ്ങൾ ഉണ്ടാകുമോ? ന്യൂക്ലിയർ വാറുകൾ കയറി വരുമോ? ഭൂഖണ്ഡങ്ങളും ഈ ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടായത് 6.6 ആണെങ്കിൽ ഇനി വരാൻ പോകുന്നതെന്ത്? വന്ന രോഗാണു 7 ആണെങ്കിൽ വരാൻ പോകുന്നത് 300. സുനാമിയുടെ രാക്ഷസ തിരകൾ തീരങ്ങളെ നക്കി തുടയ്ക്കുന്ന ഗതികേടുകൾ ഇനി ലോകത്തിൽ ഉണ്ടാകുമോ? ഈ ലോകത്തിൽ പട്ടിണി പേക്കോലങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഈ ലോകം നിലനിൽക്കത്തില്ല, അധിക നാള് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കാണുന്ന ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. ഇനി യേശു വരാതെ ലോകത്തിന് സമാധാനം ഉണ്ടാകില്ല. ഹല്ലേലൂയ. യേശുവാര് പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ കേൾക്കണം. ഞാൻ സുവിശേഷം പ്രസംഗിയാണ്. 95-ലാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത്. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന സാർ പറഞ്ഞൊരു വാക്ക്, അവൻ കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ ഞാൻ ക്ലാവ് പിടിക്കാതെ എന്റെ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ആ വാക്കിതാണ്. ഒരു യോഗം നടത്തിയിട്ട് മൈക്ക് സെറ്റ് വെച്ച് കിട്ടിയിട്ട് അവൻ പന്തലിട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് ആ യോഗത്തിൽ യേശുവിന്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, ആ യോഗം ശബ്ദമലിനീകരണ യോഗമാണ്. അതുകൊണ്ട് തന്നെ പന്തലിരിക്കുന്നവർ ഉറങ്ങിയാലും എനിക്ക് വിഷയമല്ല. ഞാൻ യേശുവിന്റെ ക്രൂശിനെ ഉയർത്താൻ നിൽക്കുകയാണ്. യേശുവാര് മറിയയുടെ ഉദരക്കടമയുടെ തുലകത്തിൽ പിറന്നവൻ, കാലിത്തൊഴുത്തിൽ കിടന്ന് കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ചവൻ. 12-ാമത്തെ വയസ്സിൽ ഒരു ഗ്രാമം ഇടിഞ്ഞിളകി. യഹൂദന്റെ സ്വയാഹങ്കാരമായ 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മ വെച്ച് നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ആമെ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയി യേശുവിന്റെ ബാല്യം. ആ 5 കുന്നിന്റെ മുകളിൽ ചെന്നിട്ട് ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ചു കളക്കി ചണ്ടി കളഞ്ഞ് ചാരകത്തി കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. ആരാധന കഴിഞ്ഞിട്ട് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ അടുത്ത 18 വർഷങ്ങൾ ആരും കാണുന്നില്ല. യേശു എവിടെയാണ്? ഗുജറാത്തിൽ വന്നായിരുന്നോ? ഇല്ല. യേശു ജഡത്തിൽ ഗുജറാത്തിൽ വന്നിട്ടില്ല. യേശു ആത്മാവിൽ ഗുജറാത്തിൽ ഇന്ന് രാത്രി ഉണ്ട്. അതിനായിട്ട് സ്തോത്രം. പിന്നെ യേശു എവിടെയായിരുന്നു? മറുപടി, യേശു കർത്താവ് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. എന്താ തെളിവ്? 2 വാക്യങ്ങൾ. 1, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്നും. 2, അവൻ തച്ചന്റെ കൊച്ചനല്ലയോ എന്ന ചോദ്യം പണ്ടാരോ പ്രസംഗിച്ചൊരു വാക്യന്റെ മനസ്സിലുണ്ട്. അതെ, അവൻ നല്ല തച്ചനാണ്. ലോകത്തിൽ ആർക്കും പണിയാൻ കഴിയാത്ത വളഞ്ഞുപോയ തിരിഞ്ഞുപോയ പിരിഞ്ഞുപോയ തടികളെ, തകർന്നുപോയ കുടുംബങ്ങളെ ചെത്തി മിനുക്കാൻ, ഒരുക്കി പണിതെടുക്കാൻ അവൻ വിഷക്കുപ്പിയുമായി നിന്നവന്റെ കയ്യിൽ നിന്ന് വിഷക്കുപ്പി തട്ടിക്കളയാ. കെട്ടിത്തൂങ്ങാൻ നിന്നവന്റെ കയ്യിൽ നിന്ന് കയറ് മേടിച്ചെറിഞ്ഞു കളയാ. കുടുംബത്തിനകത്ത് സ്വസ്ഥത എടുക്കാൻ ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. യേശു കർത്താവിന് വയസ്സ് 30 തികയുന്നു. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. 2000 അടി പൊക്കത്തിൽ നിന്ന് ലെബനൻ പർവ്വതത്തിന്റെ മഞ്ഞുമല ഉരുകി ഒഴുകി വരുന്ന യോർദാൻ എന്ന് പറയുന്ന ഒരു തോടിന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ ഒരു അതികായനായ മനുഷ്യൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ദൈവമക്കൾ പ്ലീസ്, ഒരു അതികായനായ മനുഷ്യൻ. നാളെ രാവിലെ സഭായോഗമുണ്ട്, കൂടാന്നുള്ളത് നമ്മുടെ മോഹം മാത്രമാണ്. നാളെ രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പി കുടിക്കാന്നുള്ളത് നമ്മുടെ മോഹം മാത്രമാണ്. അതൊക്കെ സംഭവിക്കണമെങ്കിൽ 2 കാര്യം നടക്കണം. 1, ഇന്ന് രാത്രി നമ്മൾ മരിക്കാതിരിക്കണം. 2, ഇന്ന് രാത്രി യേശു വരാതിരിക്കണം. ഈ 2 കാര്യത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇത് അവസാനത്തെ യോഗമാണെന്ന് ഓർത്ത് കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞിരിക്കണം.
കാര്യം ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. ഞാനെങ്ങനെ ഇന്ന് രാത്രി ചാവുമെന്നാണോ ഇയാൾ പറഞ്ഞത്? അല്ലെന്നേ, ചിലപ്പോ ജീവിക്കുമായിരിക്കും. ഹല്ലേലൂയ. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ഈ പുസ്തകം പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഒരു ദുരാത്മാവിന് വിദേശത്തിരിക്കാൻ പറ്റില്ല. ഒരു കുടുംബവും രക്ഷപ്പെടാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ആ ദൂതിലേക്ക് പോകുകയാണ്. യോഹന്നാൻ യോർദാന്റെ തീരത്ത് പ്രസംഗിക്കുകയാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗം? എല്ലാവരും ശ്രദ്ധിക്കണം. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുക. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാരഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ അഗ്നിയിൽ ഇറക്കാൻ പോകുകയാണ്. ആരാ യോഹന്നാൻ? ഒരു പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം ദാനം കൊടുത്ത ഒരു വാഗ്ദത്ത സന്താനം. അപ്പൻ പൗരോഹിത്യ വസ്ത്രം. ഏതാ പൗരോഹിത്യ വസ്ത്രം? ഉള്ളങ്കി നീളങ്കി മാതളപ്പടം മണി അരക്കെട്ട് നടുക്കെട്ട് നീളനൂല് ധൂമ്രനൂല് പിരിച്ച പഞ്ഞുനൂല് വെള്ളനൂല്. അങ്ങനെ പുരോഹിതന്റെ 7 കൂട്ടം വസ്ത്രം വീട്ടിൽ സെക്രട്ടറിയാവ് തയ്പ്പിച്ചിട്ടിരിക്കുമ്പോൾ ആമൻ യോഹന്നാൻ ഉടുത്തത് പൗരോഹിത്യ വസ്ത്രമല്ല, അവനിട്ടത് ഒട്ടകരോമത്തിന്റെ ഉടുപ്പാണ്. ഞാൻ ഈ നാടിനെ നോക്കി പ്രവചിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ ഉടുപ്പുകൾ വെറുതെ കിടക്കുമ്പോൾ ഈ ദേശത്തെ ചിലതിനെ ദൈവ സുവിശേഷകന്മാരായി ആ കരമൊന്ന് അടിച്ചു ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ആമേ, ഈ യോഗം നടത്തുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. ഒരു കൂട്ടം സുവിശേഷകന്മാർ ഈ ദേശത്ത് എഴുന്നേൽക്കും. ഹല്ലേലൂയ. വെള്ളത്താൽ മൂടിക്കിടക്കുന്ന ചതുപ്പ് നിലങ്ങളുടെ കേളികേന്ദ്രമായ കുമരകത്തിന്റെ മണ്ണിൽ വല്ലാത്ത മഹാപാപങ്ങൾ കരിങ്കൊടി ഉയർത്തി നിൽക്കുന്ന ആ കുമരകത്തിന്റെ മണ്ണിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെയൊക്കെ കർത്താവിന് വേർതിരിക്കാമെങ്കിൽ ഞാൻ ഈ നാടിനെ നോക്കി പ്രവചിച്ച് പറയുന്നു, പാരമ്പര്യത്തിന്റെ ഉടുപ്പ് വെറുതെ കിടക്കും. ചിലര് ദൈവശബ്ദമായി, ചിലര് കൊടുങ്കാറ്റായി മാറും. നല്ലപോലെ അവൻ കൈയൊന്നടിച്ച് വായി തുറന്ന് യേശുവിന് നന്ദി പറയാൻ. ഹല്ലേലൂയ. യോഹന്നാൻ നോക്കുമ്പോൾ നടന്നു വരുന്നത് ആരാ? യേശുവാണ്. ത്രിലോകത്തിന്റെ ഉടമസ്ഥൻ, സർവാധികാരി. ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയവൻ, പൊടിമണ്ണുകൊണ്ട് കടൽ തിരക്ക് അതിർത്തി വെച്ചവൻ, ആകാശത്തെ ശൂന്യത്തിന് തൂക്കിയവൻ, നക്ഷത്രത്തിന് പേരുചൊല്ലി വിളിക്കുന്നവൻ, നക്ഷത്രത്തിന് ചങ്ങലേറിയാൻ കരുത്തുള്ളവൻ, സർവാധികാരി, പരമാധികാരി. യോഹന്നാൻ യേശുവിനെ കണ്ട് പേടിച്ചു, വിറച്ചു, അറച്ചു, അസ്ഥിരനായി. യോഹന്നാനോട് യേശു സമ്മതിക്കുക, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് യോർദാന്റെ ഇളകുന്ന വെള്ളത്തിൽ ശുദ്ധിയാകുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. എന്റെ നാട്ടുകാരെ, എന്റെ ചോദ്യ ദേശമേ, യേശു എന്തിനാ സ്നാനപ്പെട്ടത്? യേശു പാപിയായിട്ട് സ്നാനപ്പെട്ടതല്ലടോ. യേശു ദോഷിയായിട്ട് സ്നാനപ്പെട്ടതല്ല. ലോകത്തിലെ സമുന്നത കോടതിയാകുന്ന റോമൻ കോടതിയുടെ അവനെ തിരിച്ചക്കിന് നേരെ വിരൽ ചൂണ്ടി യേശു ചോദിച്ചു, നിങ്ങൾ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും. നാട്ടുകാരെ, നിങ്ങൾ വേണമെങ്കിൽ ആമേൻ പറ. യേശു പാപിയായിട്ട് സ്നാനപ്പെട്ടതല്ല, മറിച്ച് അവൻ നമുക്ക് മാതൃക കാണിക്കാം എന്ന് പറഞ്ഞാൽ യേശു എങ്ങനെയാണോ സ്നാനപ്പെട്ടത് അതാണ് സ്നാനം. എന്റെ ദൈവമേ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊക്കെ വെറുതെ മുങ്ങിയതാണോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു സ്നാനപ്പെട്ടു. ഈ പറഞ്ഞ ഒത്തിരി പറയണ സമയം പോയതുകൊണ്ട് പണ്ട് കാലത്തെ സ്നാനമൊക്കെ 40 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു അപ്പന്റെ മോനാ ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപദേശിമാർ 5 ഉണ്ട്. 2 IPC, 1 ന്യൂ ഇന്ത്യ, 1 AG, 1 സ്വതന്ത്ര സഭ. ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട സ്വതന്ത്രനാരെന്നല്ലേ ഞാൻ. സമാധാനായല്ലോ. പണ്ട് കാലത്തെ സ്നാനമൊക്കെ ദൈവസഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട് പിന്നത്തേതിൽ സ്നാനപ്പെടാൻ സഭയിൽ ആഹ്വാനം ചെയ്ത് ഡേറ്റ് തീരുമാനിച്ചിട്ട് ഏതെങ്കിലും മുമ്പേ കർത്താവിന്റെ ദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഏതെങ്കിലും തോട്ടിലെ സ്നാനം ചർച്ചിൽ നിന്ന് എല്ലാവരും വെള്ളവസ്ത്രധാരികളായി 2 തമ്പാറും കിലുക്കോ ഒക്കെ എടുത്തുകൊണ്ട് റോട്ടിലൂടെ ഇറങ്ങി ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോ പാട്ട് പാടുന്നത് ഓർക്കുന്നില്ലേ? പാനം ചെയ്യുവാൻ കത്തതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി, പ്രീതിയായവൻ മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ ഗുണമഹത്വമായി ജീവിച്ചിടാൻ മഹിമയിനാവിയാലെ.
പാട്ടൊക്കെ ആര് പാടിയിട്ട അങ്ങനെ പാട്ട് പാടി തമ്പാറ് തല്ലി ആമേ ആ തോടിന്റെ സൈഡിൽ പോയെന്ന് വെച്ച് പാസ്റ്റർ ഒരു പ്രസംഗം, പിന്നെ വെള്ളത്തിൽ ഇറങ്ങിച്ച് മീനിന്റെ കുത്തും മേടിച്ച് നിന്നോണ്ട് വേറൊരു പ്രസംഗം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറയുന്നു. എന്നിട്ട് ഒരൊറ്റ ചോറിയോ മറിയുടെ ഉദരം കടപെട്ട് തുലകത്തിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ കിടന്ന് കളിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത് ദൈവരാജ്യം പ്രസംഗിച്ച് ആമേ ഗാൽഗോഥായിൽ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി പ്രാണനെ വിട്ട് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നു, ആമേ മിണ്ടാതിരുന്നാൽ അവനെ ഞങ്ങൾ കയറ്റിവിടും. അവൻ ആരായാലും കയറ്റിവിടും. അവൻ ട്രംപിന്റെ മൂത്തവനാണെങ്കിലും കയറ്റിവിടും. ഒന്നുകൂടെ ഞാൻ പറയാം, ആമേ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വാക്ക് ഞങ്ങളുടെ ചെവിയിലടിച്ചാൽ ആ സെക്കൻഡിൽ അവനെ മുക്കും. എത്ര പേരെ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്. മുങ്ങിക്കഴിഞ്ഞാൽ പെന്തിക്കോസ്തല്ല, നിങ്ങൾ കേട്ടില്ല, അവൻ മുങ്ങിക്കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേൾക്കാം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. നാട്ടുകാര് സ്നാനപ്പെട്ടതിന്റെ പേരിൽ ചേട്ടൻ തള്ളി പറയട്ടെ, പെറ്റ തള്ള തള്ളി പറയട്ടെ, ജനിക്കാൻ വീരം കൊടുത്ത അപ്പൻ നിന്നെ തള്ളി പറയട്ടെ, നാട്ടുകാർ നീ പിഴച്ചെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഞങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന അന്ന് ഈ റോട്ടിൽ കൂടെ ഒക്കെ നടന്ന്, അതുകൊണ്ട് അന്ന് ഒരുമാതിരിപ്പെട്ടവന്മാരും സ്നാനപ്പെടാൻ തീരുമാനിക്കുകയില്ല. കാര്യം ഇവൻ സ്നാനപ്പെട്ട കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതുകൊണ്ട് കാജാവീടി മരിച്ചുകൊണ്ട് പിന്നെ റോട്ടിൽ നിൽക്കാൻ പറ്റുകയല്ലോ. ഇന്നത്തെ കുഴപ്പം ഈ പെരക്കകത്ത് കുഴി കുത്തി സ്നാനപ്പെടുന്നതുകൊണ്ട് അവനും പാസ്റ്ററും അല്ലാതെ വേറെ ആരും ഇത് അറിയുന്നില്ല. നിങ്ങൾ മിണ്ടുന്നുമില്ല. മിക്കവാറല്ലേ മുറിക്കകത്ത് കുഴി കുത്തിയല്ലേ ഇപ്പൊ സ്നാനം നടക്കുന്നത്. അതുകൊണ്ട് ഇവൻ പെന്തിക്കോസാണോ, ഇവൻ ഉണ്ടിക്കോസാണോ, ഇവൻ എന്നാ കോസാന്നുള്ള കാര്യം ആർക്കും അറിയാൻ മേലാത്തോണ്ട് അവന് ഈ സാധനം പോച്ചോണ്ട് റോട്ടിൽ നിന്നാലും ആരും അറിയല. ഞായറാഴ്ച 2 വെളുത്തുള്ളി നിന്ന് കയറിയാൽ മതിയല്ലോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. നിങ്ങൾ കേട്ടാർന്ന് ഞാൻ പാടിയത്. ഓ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ലൽ തീർപ്പാരെന്നു വന്നു ചേർത്തിടുമെന്നെ, തുല്യമില്ല ബോധത്തോടെ വീണകളെ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാൻ. ഞാനിതിനെ ഈ പാട്ട് വലിച്ചു പാടുന്നറിയാമോ? ഇത് നമ്മൾ ഈ താളത്തിന് വേണ്ടി പാടിക്കഴിയുമ്പോ പാട്ടിന്റെ വരി എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറ് പോലും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നെക്കാൾ 110 നല്ലതായിട്ട് നിങ്ങൾ പാടുന്നുണ്ട്. സാറൊരു കസേരയിട്ട് ആ പ്രതിക്കൂടിന്റെ അകത്തങ്ങിയിരിക്കുക, ചുറ്റും ഓർഗം വെച്ചിരിക്കുക, പ്രതിക്കൂടിനകത്ത് നിൽക്കുന്നത്. ഓ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്ത് ഭാഗ്യമല്ലേ, എന്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ചുട്ടുപൊള്ളുന്ന ആന്ധ്രയിലെ ചൂടിനകത്ത് ഇടതടവില്ലാതെ ഛർദിച്ച് എഴുന്നേക്കാൻ വയ്യാതെ ചെങ്ങന്നൂർക്കാരി അന്നത്തെ കാലത്ത് വാദ്യാരുപടി ഉപേക്ഷിച്ച് കർത്താവിന്റെ മേലേക്ക് പോയ സിസ്റ്റർ അന്നമ്മമാമൻ ആന്ധ്രയിൽ ഒരു സാധു വീട്ടിൽ നിലത്ത് കടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തില്ലാതെ ആമെ വല്ലാതെ അവശയായി വീട്ടിൽ കിടക്കുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക അടിത്തുറയുള്ള കുടുംബത്തിൽ നിന്ന് അന്നമ്മമാമന്റെ വല്യമ്മ ഒരു എഴുത്തെഴുതി വിട്ടു. ഇല്ലെന്റെ അകത്ത് അന്നമ്മേ
നീ എന്തിനാ അവിടെ പോയി കിടക്കുന്നത്? നിന്റെ വാദ്യാരുപടി ഇവിടെയുണ്ട്, നിന്റെ വീട്ടിൽ നിറയെ ആഹാരമുണ്ട്, വലിയ വീടുണ്ട്, നിന്റെ റൂമുണ്ട്. പ്ലീസ് കം ബാക്ക്. നീ തിരിച്ചു വാ. എന്തിനാ അവിടെ കിടന്ന് അലയുന്നത്? എന്തിനാ അവിടെ കിടന്ന് വലയുന്നത്? ആ എടുത്തെടുത്ത് പിടിച്ചു പറയാറുന്ന കൈകളിൽ കണ്ണു നനഞ്ഞാണ് കർത്താവിന്റെ ദാസി ആമേൻ ആ ഇല്ലെന്ന് വായിച്ചത്. ആമേൻ വല്ലാതെ ഭാരപ്പെട്ട് വല്ലാതെ ഞരങ്ങിക്കൊണ്ട് സിസ്റ്റർ തന്റെ വല്യമ്മയ്ക്ക് തിരിച്ചയച്ച മറുപടിയാണ്. ആമേൻ അയച്ച മറുപടിയാണ്. ആമേൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി എന്നുള്ള പാട്ട് ഓർക്കുന്നുണ്ടോ? ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീര് കുടിക്കേണ്ടി വന്നാലും നിങ്ങൾ മിണ്ടുന്നില്ല. എന്റെ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എനിക്കെല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും. ആ കൈയാണ് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. ഇന്ന് രാത്രി എത്ര പേര് വീര്യത്തോടെ യേശുവിന് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ മാർഗം വളരെ ഗൗരവമുള്ള മാർഗമാണ്. ഹല്ലേലൂയ. ഓക്കെ, എനിക്ക് തൊണ്ട വയ്യാഞ്ഞിട്ട് ഞാൻ സത്യത്തിൽ ഒരാഴ്ചയായി ഒരു പാട്ട് പാടിട്ട് അതിന്റെ ഒരു വീർപ്പൂടലും പരവേശവും എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പാടിയിട്ട് പാട്ട് പുറത്ത് വരുന്നുണ്ടല്ലേ. ഭയങ്കര പാട്ടാ, നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. ആർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. പണ്ട് ഞാൻ കുമരത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോ സായിപ്പുമാർ എന്നോട് ഇംഗ്ലീഷിൽ വഴി ചോദിക്കും. ഞാൻ ഇംഗ്ലീഷിൽ അവരോട് വഴിയും പറയും. അവരെവിടെ എത്തിയെന്ന് ദൈവം പറയാനേ അറിയാത്തുള്ളൂ. അതൊന്നും എന്റെ വിഷയമല്ല. എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ വിഷയം. പോട്ടെ, നമുക്ക് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. സന്തോഷത്തോടെ രാമയം പറഞ്ഞാട്ടെ. യേശു കർത്താവ് സ്നാനപ്പെട്ടു, കരയ്ക്ക് കയറി. യേശു കർത്താവ് 40 ദിവസം ഉദരവ് കുടലുമുണക്കി ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞനന്തരം യേശുവിന് വിശന്നു. സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. ഇതൊന്നും എനിക്ക് വിശദീകരിക്കാൻ നേരില്ല. സാത്താൻ യേശുവോട് പറഞ്ഞു, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? കല്ലിനോട് അപ്പമാകാൻ പറ. ഞാൻ ഈ ഉണക്ക സാത്താനോടൊരു ചോദ്യം ചോദിക്കാം. ആരാ ഉണക്ക സാത്താൻ? നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ സാത്താനെയാണ് ഈ ഉണക്ക സാത്താൻ എന്ന് വിളിക്കുന്നത്. യേശുവിനോട് ചോദിക്കുക, നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് അപ്പമാകാൻ പറ. എന്റെ സാത്താനെ, യേശു ജനിച്ചത് ഒരു സ്തോത്ര കാഴ്ചയിടാൻ കാശില്ലാത്ത സ്ത്രീയുടെ വയറ്റില. യേശുവിനെ പൊതിഞ്ഞ് കിടത്തിയത് കീറ്റുശീലക്കകത്താണ്. സൈമൺ സാറിന്റെ വരികൾ ഓർക്കുന്നുണ്ടോ? പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ. സിയോന്റെ മണവാളനെ, അരക്കാശിന് മുതലില്ലാതെ, അരസെന്റ് ഭൂമിയില്ലാതെ, തലചായ്ക്കാൻ മണ്ണിലിടമില്ലാതെ, ആമൻ ഈറ്റുനോവെടുത്ത് ആമൻ മറിയ വാവിട്ട് കരയുമ്പോൾ പ്രസവിക്കാൻ വഴിയമ്പലത്തിൽ ഇടമില്ലാതെ അവൻ പരസ്യമായി. ഹല്ലേലൂയ. യേശു വളർന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലല്ല. യേശു വളർന്നത് നസറത്തിലാണ്. യേശുവിന് വിശന്നിട്ടുണ്ട്, യേശുവിന് ദാഹിച്ചിട്ടുണ്ട്. 50 പൈസയുടെ പണ്ണും കൊണ്ട് യേശുവിനെ കാണാൻ പോകാത്ത സാത്താൻ എന്തിനാ ഇപ്പം വന്നത്? ഈ പെട്ടെന്നുണ്ടായി വരുന്ന സ്നേഹങ്ങളെ നിങ്ങൾ പേടിക്കണം. മുടിഞ്ഞു മുക്കോണം എടുക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരികയില്ലാത്തവര് പെട്ടെന്നൊരു ദിവസം സ്നേഹിക്കാൻ വരുമ്പോഴേ ഓർത്തോണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്നറിയാമോ? നമുക്ക് മുടി വളർന്നത് കൊണ്ടും നീളം വെച്ചത് കൊണ്ടും കാറ് മേടിച്ചത് കൊണ്ടും സെമി വെട്ടിപ്പേട് കടപ്പാക്കല് ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി 4800 സ്ക്വയർ ഫീറ്റിന്റെ 87 ലക്ഷം രൂപയുടെ പേര വെച്ചപ്പോഴും അല്ല. യേശു സ്നേഹിച്ചത് നിന്റെ അമ്മയ്ക്ക് ഗർഭപാത്രം ഉണ്ടാകുന്നതിന് മുൻപ്, നീ പിണ്ണാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അക്കരമടിച്ച് അവൻ ശക്തിയോട് എന്തെങ്കിലും കണ്ടിട്ടല്ല യേശു സ്നേഹിച്ചത്. കല്ലിനോടൊപ്പമാകണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഭാഗം വിടട്ടെ. യേശു സാത്താനോട് പറഞ്ഞ, സാത്താന് കല്ലപ്പമാക്കി ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കാൻ വന്ന തലമുറ അല്ലിത്. ഈ തലമുറ വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ വന്നതാണ്. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ല. പുതിയ നിയമസഭയുടെ ആർത്തി അപ്പത്തോടല്ല, ഞങ്ങളുടെ ആർത്തി വചനത്തോടാണ്.
ഒന്നുകൂടെ പറയാം, പുതുനിയമ സഭയ്ക്ക് ദൈവം അടിസ്ഥാനമിട്ടത് ഉദരപൂരണത്തിനല്ല, സ്ഥാപിത ലോകത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ല. 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 7 ഏക്കർ റബ്ബർ തോട്ടത്തിനല്ലടോ, ഡോളറിനല്ല, ദിനാറിനല്ല, പൗണ്ടിനല്ല, വിസയ്ക്കല്ല. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാ. അയ്യോ, ആവേശമുള്ളവരുണ്ടോ? ആവേശമുള്ളവരുണ്ടോ? ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അവസാനിക്കും. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ്. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, എന്ത് രസമുള്ള പാട്ടല്ലേ. നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണീമേക്കും നോടി നേരത്ത് എത്തും ഞാൻ ബെയൂലാതീരത്ത്. നമുക്ക് അപ്രത്യാശയോടെ ജീവിക്കാം. 2ാമത്തെ പരീക്ഷ. യേശുവിനെ ദേവാലയ ഗോപുരത്തിന് മേളിൽ കെട്ടിച്ച് സാത്താൻ പറഞ്ഞു, ചാടിക്കോ, നിന്നെ ദൂതന്മാരെ പിടിച്ചോളുമെന്ന്. ഞാൻ ദൈവമോട് പറയുന്നു, പിശാചി ചാടാൻ പറയുമ്പോ ചാടുന്ന കുരങ്ങുകളല്ല നാം. നിങ്ങൾക്ക് ഭാഷ മനസ്സിലായില്ലല്ലേ? വളയത്തിലിട്ട് കളിപ്പിച്ച് കാശുണ്ടാക്കാൻ ഏതോ വളയത്തിൽ കിടക്കുന്ന സാത്താന്റെ കുരങ്ങുകളല്ല നാം. നമ്മൾ യേശുവിന്റെ മക്കളാ. സാത്താൻ ചാടാൻ പറയുമ്പോ ചാടത്തുമില്ല. സാത്താൻ ഈ നമ്മുടെ ആരാധനയും ശുശ്രൂഷയും യോഗങ്ങളും ഒക്കെ ഈ പലതും മുടിഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്നറിയോ? എനിക്ക് കൃപയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ കടന്നു പെടുന്ന പാടിനകത്താണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്നത്. നിങ്ങൾ കേട്ടില്ല? ഒറ്റ വാക്ക് പറഞ്ഞ ചപാതെന്ന് വിട്ടേക്കാം. ഇല്ലെന്തിനകത്ത് മരണവാർത്തയുണ്ടേ പോസ്റ്റ്മാൻ കരയണോ വേണ്ടയോ? ഇതൊക്കെ ആരോട് പറയാം? ഒരു പോസ്റ്റ്മാൻ ഇല്ലെന്ന് കൊണ്ട് വീട്ടിൽ ചെല്ലുന്നു. ആ ഇല്ലെന്തിനകത്ത് മരണവാർത്തയുണ്ട്. പോസ്റ്റ്മാൻ ആ വീടിന്റെ വാതിൽക്കന്ന് കരയണോ? വേണ്ട. എന്റെ കാര്യം എന്നറിയോ? ഇല്ലെന്തിനകത്ത് മരണവാർത്തയുണ്ട്, വീട്ടുകാർ കരഞ്ഞോളും. പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് അടുത്ത സ്ഥലത്ത് പൊക്കോണം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ലെറ്ററാണ്. ഇത് കൊടുത്തച്ച് പോവുക എന്നല്ലാതെ ചിലർ തല്ലി ഓടിക്കും, ചിലർ എറിഞ്ഞു ഓടിക്കും, ചിലർ നല്ല പപ്സ് മേടിച്ചു തരും, ചിലർ മധുരയില്ലാത്ത കാപ്പി തരും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അടിക്കുക, മുൻപോട്ട് പോവുക. സാത്താൻ യേശുവിനോട് പറഞ്ഞു ചാടാൻ. യേശു സാത്താനോട് പറഞ്ഞു, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും ഇത് മനസ്സിലായാൽ മതിയായിരുന്നു. വിട്ടേ. 3ാമത്തത്, സാത്താൻ യേശുവിനോട് പറഞ്ഞു, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാവൂ. അപ്പൊ സാത്താന് മനസ്സിലായി ഒരു ആരാധനയ്ക്ക് 5 ഭൂഖണ്ഡത്തെക്കാൾ വിലയുണ്ടെന്ന്. കാഞ്ഞിരപ്പള്ളിയിൽ 9 ഷട്ടറിന്റെ കട തരാന്നോ, എവിടെയോ 8 സെന്റ് ഭൂമി തരാന്നോ, പൊളിഞ്ഞു വീടാറായിരിക്കുന്ന വീട് തരാന്നോ അല്ല സാത്താൻ പറഞ്ഞത്. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാവോ? അതൊക്കെ നമ്മുടെ പെന്തിക്കോസുകാർ വായിച്ചു പഠിക്കേണ്ടതാ. അത് നന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ സഭയിൽ മെഴുകു പ്രതിമകളുടെ എണ്ണം കുറയും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ആള് കയറിയത് പത്രോസിന്റെ പ്രസംഗം കണ്ടോണ്ടല്ല. ആള് കയറിയത് ആരാധനയുടെ മുഴക്കം കേട്ടപ്പോഴാ. ആരാധന ഇല്ലാത്ത സഭ വളരുകയില്ല, ആരാധന ഇല്ലാത്ത കുടുംബം വളരുകയില്ല, ആരാധന ഇല്ലാത്ത കൂട്ടായ്മ വളരുകയില്ല. ഞാൻ ദൈവമക്കളോട് യോജിക്കുന്നു, കയ്യും കെട്ടി യോഗത്തിൽ വന്നിരിക്കാനാണെങ്കിൽ പണ്ട് നിന്നിടത്ത് നിൽക്കുന്നതല്ലായിരുന്നോ കുറച്ചുകൂടെ നല്ലത്? ഇതൊന്നും ഞാൻ ദേഷ്യം കയറി പറഞ്ഞതല്ല, ഇതൊക്കെ ഗൗരവമായിട്ട് പറഞ്ഞതാ. വിട്ടേക്കാൻ ഭാഗം. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, ഒരു ആരാധന തരാമോ? യേശു പറഞ്ഞു, എന്റെ പൊന്ന് സാത്താനെ, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാ, അത് പങ്കുവെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പൊന്നും ഊരും കുതിരിക്കവും കൊണ്ട് വിദ്വാൻമാര് വന്നിട്ട് യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് അടങ്കം പിടിച്ച് ആരാധിച്ചു കൊന്നല്ല, അവനെ നമസ്കരിച്ചു എന്ന് തെളിച്ചെഴുതിയത്. ഓ, നിങ്ങളമ്മ പറഞ്ഞില്ല. അങ്ങനെ തന്നെ പൊന്നും ഊരും കുതിരിക്കവും കൊണ്ട് യേശു മറിയുടെ കയ്യിലിരിക്കുകയാ. ശിശുവിനെ അമ്മയോട് കൂടെ കണ്ട് അവനെ ഇന്ന് രാത്രി നാട്ടുകാരെ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്റെ ജ്ഞാനവും എന്റെ പരിജ്ഞാനവും എന്റെ അഭിഷേകവും ഇതിന്റെ അപ്പുറത്തോടൊന്നും പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. സുവിശേഷം വാവിട്ടാണ് പറയുന്നതല്ല, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. അതുകൊണ്ട് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. യേശു മാത്രം. ഞാൻ താമസിക്കുന്ന മണർകാട. അത്ര പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്റെ ദൈവം ഇവർക്ക് ഫീലിംഗ് ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിൽ. മുമ്പോട്ട് പോകാം. 37 അത്ഭുതങ്ങൾ യേശു ചെയ്തു. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകനെ റോട്ടിലും ലാസറിനെ കല്ലറയെന്നും കർത്താവ് ഉയർപ്പിച്ചു. വീട്ടിൽ നഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് തിരിച്ചു തരും, റോട്ടി നഷ്ടപ്പെട്ട റോട്ടി വന്ന് തിരിച്ചു തരും. കൈവിട്ടുപോയത് കല്ലറയിലാണെങ്കിൽ കല്ലറയിൽ വന്ന് മടക്കി തരും. ഇന്ന് രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാത്താൻ മൂടിയതിനെ യേശു പുറത്തെടുക്കാൻ പോവുകയാ. എത്ര പേര് വായി തുറന്ന് യേശുവിന് നന്ദി പറയുകയാ? കഴിഞ്ഞ ഏറിയ നാളുകളായി നീ അനുഭവിക്കേണ്ടത്, നിന്റെ വീട് അനുഭവിക്കേണ്ടത്, നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് അന്ധകാര ശക്തികൾ വെട്ടിമൂടിയെങ്കിൽ മൂടിയതിനെ വലിച്ചു പുറത്തെടുക്കാൻ ഒരുവൻ ഇന്ന് രാത്രി ഈ പന്തൽ ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ എന്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട വലിയ 3 പ്രത്യേകത പ്രാർത്ഥിച്ചോടനോട് കൂടെ വേണം, സമയം പെട്ടെന്ന് പോവാ. 1, ആരും തൊടാത്തവരെ യേശു തൊടുന്നു. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടുന്നു. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറുന്നു. ഒറ്റ വാക്കിൽ പറയട്ടെ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് വർണ്ണമില്ല, അവന് വർഗമില്ല, അവൻ ഉയർന്നവനില്ല, അവന് താണവനില്ല. ഇന്ന് രാത്രി ഏത് പകർന്നവനെയും നെഞ്ചോട് ചേർക്കാൻ. 39 വർഷത്തിന് മുമ്പ് ഞാനും എന്റെ വല്യപ്പനും കൂടെ അപ്പന്റെ അപ്പനും കൂടെ വീടിന്റെ തിണ്ണയിൽ ഉച്ചോട് കത്തിയ നിലവിളക്കിന്റെ മുമ്പിൽ സന്ധ്യാനാമം ജപിച്ചുകൊണ്ടിരുന്ന ഒരു ഗതികെട്ട രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി 7:30 എന്റെ അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീടിന്റെ മുറ്റത്ത് വെച്ച് തിറകൂടുന്ന ഒരു അണലി എന്റെ അപ്പനെ കൊത്തുകയാ. ഒരു അലർജിയോടെ പാമ്പിന്റെ കൊത്തേറ്റ് എന്റെ അപ്പൻ നിലംപൊത്തി. സന്ധ്യാസമയത്തുള്ള വിശദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് നിലവിളക്കെടുത്ത് എന്റെ വല്യപ്പൻ നെഞ്ചിലടിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മകൻ മരിക്കുമെന്നുള്ള വ്യാധി കയറി വ്യാധി മൂത്ത് എന്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ വീണു. എന്റെ ചോദ്യം ഈ പ്രദേശമേ, അവൻ 1 മിനിറ്റ് കൊണ്ട് ചിരി സങ്കടമായത് കൊണ്ടോ ആഘോഷം അപകടമായത് കൊണ്ടോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ വീടിന്റെ ടെറസിലോ വീടിന്റെ സിറ്റ് ഔട്ടിലോ റോഡിലോ പോസ്റ്റോ ഏതെങ്കിലും മരത്തെ പിടിച്ചെന്നോ കേൾക്കുന്നവരെ അഹങ്കാരം കൊണ്ട് അരമുറുക്കല്ലേ, അഹന്ത കൊണ്ട് ചുമ്മാട് കെട്ടരുത്. അവൻ ചിരി കരച്ചിലാകെ ഒരൊറ്റ മിനിറ്റ് മതി. വിവാഹത്തിന്റെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയർത്തി അങ്ങ് കാശ്മീരിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോയ ഒരു പാവം സഹോദരി 8ാമത്തെ ദിവസം ഭർത്താവിന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ ഒരു പുൽപ്പുറത്ത് കാവലിരിക്കേണ്ട ഗതികൾ ഉണ്ടായത് നിങ്ങൾ കണ്ടതല്ലേ? മനുഷ്യന്റെ പ്രാണൻ അങ്ങനെയാണ് ഇന്ന് രാത്രി ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയാ. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത വെച്ച കഞ്ഞി സ്വന്തം മക്കളെ ഓർത്ത് പെറ്റ വയറ് നീറിപ്പൊള്ളി കണ്ണ് നെരിപ്പോട് പോലെ അവൻ കലഞ്ഞു കലങ്ങി എത്ര അമ്മമാരുണ്ട്. അഭിമാനം കൊണ്ട് പുറത്തു പറയുന്നില്ല. ചിലര് കഞ്ചാവ്, ചിലര് MDMA, ചിലര് അഡിക്ഷൻ, ചിലര് ആഭിചാരം, ചിലര് വ്യഭിചാരം, ചിലര് വഴിവിട്ട യാത്ര. അയ്യോ അയ്യോ, ആഹാരം കഴിക്കാൻ പറ്റാതെ വയറ് പൊള്ളുന്ന അമ്മമാരെ ആ വീടിന്റെ ശാപത്തെ അഴിക്കാൻ ഒരാൾക്ക് കഴിയും.
ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, ആമ ഈ വെള്ളം വലിച്ചു കെട്ടിയ ഈ വെട്ടമുള്ള പന്തലിനകത്ത് ഈ യോഗം നിൽക്കത്തില്ല. ഏതോ വീടിനകത്തേക്ക് ഇന്ന് രാത്രി യേശു കയറുകയാ. ആത്മാവുള്ളവരെന്ന് ദൈവത്തെ സ്തുതിച്ചാട്. ഇന്ന് രാത്രി ഏതൊക്കെയോ വീടിന് ശബ്ദമുയർത്തി ആരാധിക്കുക. Somebody shout, how tell me a superior. ചില വീടിന്റെ ശാപങ്ങൾ, അയ്യോ വീടിനകത്ത് യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് കോട്ടയം കാരിത്താസിൽ എന്റെ അപ്പനും കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്റെ വല്യപ്പനും അഡ്മിറ്റായി. ആദ്യം മരിച്ചത് എന്റെ അപ്പനല്ല, ആദ്യം മരിച്ചത് വല്യപ്പനാണ്. മകൻ മരിക്കുമെന്നുള്ള ആധി കയറി വ്യാധി മൂത്ത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU യൂണിറ്റിന്റെ അരണ്ട തണുപ്പത്ത് 5-ാമത്തെ ദിവസം എന്റെ വല്യപ്പന്റെ കണ്ണ് തിരുമി അടച്ചു. താടി വട്ടം കെട്ടി, മൂക്കിനകത്ത് പഞ്ഞി തിരികി, പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂടി അടുക്കി ശരീരത്തെ ചിതക്കി കൊടുത്തു. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. പച്ചവട്ടി കൊണ്ട് പച്ചയോല കൊണ്ട് നെയ്തെടുത്ത് 6 വട്ടിക്കകത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമ വെച്ചു. വെളിപ്പുര കെട്ടി. വല്യപ്പന്റെ ചിതയിൽ കത്തിയ തീയുടെ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് 18-ാമത്തെ ദിവസം 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി ഉച്ചം നിറങ്ങുന്ന ഉള്ളങ്കാൽ വരെ പടുത്തു പുടുത്തു വീങ്ങി വീർത്ത് ആശുപത്രി എന്റെ അപ്പനെ കൈയൊഴുകയാ. ഇന്ന് രാത്രി പുസ്തകത്തിൽ എഴുതി വെച്ചോ, ദൈവം ഒരുത്തരെ തൊട്ടാൽ ദൈവത്തിനല്ലാതെ അവനെ നേരെയാക്കാൻ പറ്റിയല്ല. ഒന്ന് ആർത്ത് വിളിച്ചോ, ആമേൻ പറഞ്ഞാട്ടെ. ദൈവം എല്ലാരും കൈയൊഴിഞ്ഞു. ചേട്ടൻ, അനിയൻ, അമ്മാച്ചൻ, അളിയൻ, ഉപ്പാപ്പൻ, ബന്ധങ്ങളെല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളല്ലേ. ഇവിടെ ആർക്കാ ചേട്ടനുള്ളത്? ആർക്കാ ഇവിടെ അളിയനുള്ളത്? കാശുള്ളവന് ചേട്ടൻ. ഞങ്ങളുടെ ചേട്ടായി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നത് കൊണ്ടാണ് പുള്ളി ചേട്ടായി ആയത്. പുള്ളിയുടെ ഒരു അനിയൻ ഇവിടെ പശു തീറ്റി നടപ്പുണ്ട്. ഞങ്ങളുടെ അവറാച്ചാൻ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാത്തത്. ഉണ്ടെന്നില്ലല്ലോ. കാൽവറി കുരിശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പൊന്നുമാരോടച്ചിടും സ്നേഹമേ, എന്റെ കണ്ണുനീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാരോടച്ചിടും സ്നേഹമേ, കണ്ണുനീടും സ്നേഹമേ. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ, നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ, ഞാൻ ഓർത്തിടുമേ എന്റെ പ്രിയന്റെ പുഞ്ചിരി തുകുമാമുഖം. കാൽവറി കുരിശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പൊന്നുമാരോടച്ചിടും സ്നേഹമേ, കണ്ണുനീർ തുടച്ചിടും. 28 കുടുംബ കോടതിയുണ്ട് കേരളത്തിൽ. ഒരു വർഷം നടക്കുന്ന വിവാഹമോചന 50,000. കല്യാണത്തിന് തന്നെ ആർഭാടമില്ലേ പാസ്റ്ററെ? എന്താ ഒന്നും മിണ്ടാത്തെ? കല്ല് വെച്ച സാരി, മുത്ത് വെച്ച ചുടിദാർ, ആടിന്റെ കാല്, കോഴിയുടെ കോല്, പിന്നെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു. പിന്നെ 2 പേരും കൂടെ 7 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഒരു കേക്ക് വെട്ടിമുറിക്കുന്നു. പിന്നെ കരിക്കുമ്പോൾ സ്ട്രോ ഇട്ട് ആഞ്ഞു വലിച്ചു കുടിക്കുന്നു. എന്തല്ല ഇടപാടുകളാണ്, എന്തല്ല അല്ലേ? അയ്യോ, പാട്ടുകാർ കല്യാണത്തിന് പാടാൻ പോയില്ലേ? മിണ്ട് ഇവര് എല്ലായിടത്തിനും പാടാൻ പോയിട്ടില്ലേ? പിന്നെ ഓർക്കുന്നില്ലേ
നമ്മുടെ മറ്റേ പാട്ട് ഇന്നി മംഗല്യം ശോഭിക്കുവാൻ, ഇന്നി മംഗല്യം ശോഭിക്കുവാൻ, അത് പാടിക്കഴിയുമ്പോൾ ഇതെല്ലാം കുറയ്ക്കുക. പക്ഷെ ഒരു അപകടം കേൾക്കണം. കല്യാണത്തിന് നിങ്ങൾ കഴിക്കുന്ന കോഴിയുടെ കാല് വയറ്റിച്ചില്ലതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്തേച്ചില്ല. ഇവിടെ ഇതൊന്നും റെഡിയാകുന്നില്ലല്ലേ? പൈപ്പിനകത്ത് പാമ്പിനെ കെട്ടി കൊത്തിച്ച് കൊലപ്പെടുത്തി ഭാര്യയുടെ ഇൻഷുറൻസിന്റെ തുക കൈപ്പറ്റുന്ന വല്ലാത്ത ഭർത്താവ്, സയനൈഡിട്ട് ചായ കൊടുത്തിട്ട് ഭർത്താവിനെ കൊന്നു കിടത്തുന്ന വല്ലാത്ത ജോലിമാര്, ചട്ട കൊടുക്കുന്ന അമ്മയ്ക്കോ പെറ്റിക്കോട്ടിടുന്ന കൊച്ചിനോ, ഞാന് ഇവിടെ ജോലി ഉണ്ടെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണം, വണ്ടി തല്ലി പൊളിക്കരുത്, അത് ലോണാണ്, ഞാൻ മറ്റേ ചേച്ചിയുടെ കാര്യം. നിങ്ങളുടെ ചിരി കണ്ടിട്ട് എനിക്കൊരു അപകടം പോലെ തോന്നുന്നുണ്ട്. ചട്ട കൊടുക്കുന്ന അമ്മയ്ക്ക് പെറ്റിക്കോട്ടിടുന്ന കൊച്ചിന് റോട്ടിലിറങ്ങാൻ മേല, മാംസം തക്കി തുടയ്ക്കുന്ന നരാധമന്മാർ ഈ തെരുവോരങ്ങളെ കൈയടക്കിയിരിക്കുകയാണ്. ഇവിടെ ആരോടാണോ സ്നേഹമുള്ളത്? ആർക്കും ആരോടും സ്നേഹമില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ കൈ ഉയർത്തി പറയാം, കറയില്ലാത്ത സ്നേഹം ഒരിടത്തുണ്ട്, അത് കാൽവറിയിൽ മാത്രമാണ്. ആ കൈയൊന്ന് ഉയർത്തി ഹല്ലേലൂയ ശക്തിയോടെ. എല്ലാരും ഞങ്ങളുടെ വീടിന് കൈയൊഴിഞ്ഞു. 9 യൂണിറ്റ് റേഷൻ കടയിലെ ഗന്ധമുള്ള അരി കൊണ്ട് ഒരു മാസം ജീവിക്കേണ്ട ഗതികേടിലേക്ക് എന്റെ വീട് മൂക്കിടിച്ചു വീണു. ജീവിക്കാൻ മാർഗമില്ലാത്തവനുള്ള ഏക വഴി മരണമാണ്. എന്റെ അപ്പനും അമ്മയും കൂടെ 6 വട്ടമാണ് ആത്മഹത്യക്ക് ഒരുങ്ങിയത്. കുപ്പിച്ചിലിടിച്ച് പൊട്ടിച്ച് ചോറിന്റെ ഉരുള വെച്ച് വിഴുങ്ങാനും, ഫ്യൂരിടാൻ വിഷം കുടിക്കാനും, കെട്ടിത്തൂങ്ങാനും, എന്റെ 2 സഹോദരിമാരെ ഒക്കത്ത് വെച്ച് കെട്ടിക്കൊണ്ട് വെള്ളത്തിൽ ചാടി മരിക്കാനും. ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കുന്നില്ലേ എന്തിനായി അലയ്ക്കുന്നത്? അലയ്ക്കുവടോ, ഇനിയും അലയ്ക്കും. കാരണം ഞങ്ങളുടെ വീടിനകത്ത് 5 ഡെഡ് ബോഡി ഇരിക്കേണ്ട സ്ഥലത്ത് ഇന്ന് ആരാധന നടക്കുകയാ. എങ്ങനെ ഒച്ച വെക്കാതിരിക്കാം? ആത്മഹത്യകൾ വഴിമാറിയ വീട്ടിൽ ഇന്ന് ഉപദേശിമാർ 5 എണ്ണമാണ്. ഹല്ലേലൂയ. അവ എല്ലാരും കൈവഴിഞ്ഞു. അവസാനം വീടിന്റെ ഉത്തരവും കഴുക്കോലും മോന്തായവും പൊളിച്ചു വിറ്റെന്ന്, വെട്ടുകല്ല് പൊട്ടാതെ നിങ്ങൾ അടർത്തി വിറ്റെന്ന്, അന്ന് തറപ്പാട്ടിലിരുന്നത് പൂഴിമണ്ണല്ല സ്വർണ്ണം നിറമുള്ള ആറ്റുമണ്ണ്, ആറ്റുമണ്ണ് നിങ്ങൾ കൊട്ടയ്ക്കകത്ത് കോരി വിറ്റെന്ന്. ജീവിക്കാൻ മാർഗമില്ല, ഉദരപൂർണത്തിന് വഴിയില്ല. ആമേ. ദൈവങ്ങൾ, മനുഷ്യർ, രക്തബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ എല്ലാരും ഉപേക്ഷിച്ചു. മരണം പോലും കൈകാട്ടി പിടിക്കുന്നില്ല. അവസാനം വീടെല്ലാം പൊളിച്ചു വിറ്റ് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ പുഴുത്ത് നാറുന്ന അപ്പന് വെള്ള ശംഖുപുഷ്പത്തിന്റെ വേറിട്ട് പാലും കാച്ചി കൊടുത്ത് വീടിന്റെ മുറ്റത്ത് പുടുത്ത ശരീരം കൊണ്ട് മരണം കാത്തു കെട്ടി കിടക്കുകയാ. വീടിന്റെ പുറത്ത് ഈത്തക്കമ്പ് കൊണ്ട്, മുളങ്കമ്പ് കൊണ്ട് ഒരു ഏറുമാടം ഉണ്ടാക്കി പുടുത്ത ശരീരം കൊണ്ട് മരണത്തെ വരവേൽക്കാൻ കാത്തു കിടക്കുമ്പോൾ കരിങ്കോടി വീട്ടിൽ വരുന്നതിന് മുമ്പ് 2 സുവിശേഷകന്മാർ വീട്ടിൽ വന്നു. അവർ വന്നിട്ട് എന്റെ അപ്പനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അമ്മ എനിക്ക് ഒത്തിരി പറയേണ്ടി വിടുകയാ. 200 രൂപ വിലയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കസലിൽ ഇരുത്തി എന്റെ അപ്പനെ ചുമന്നുകൊണ്ട് അന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് കരണ്ടില്ല, അന്ന് വൈദ്യുത വിളക്കുകൾ കുമരകത്തില്ല, പെട്രോമാക്സ് കത്തിച്ചു വെച്ചൊരു യോഗത്തിനകത്ത് അന്ന് രാത്രി എന്റെ അപ്പനെ യേശു തൊട്ടു. അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയവൻ ഇങ്ങോട്ടും നടന്നു വന്നു. ചെവി തുറന്ന് കേക്ക്. കഴിഞ്ഞ 40 വർഷമായി ഞങ്ങൾ ഉറക്കെ പറയുന്നു, യേശു അല്ലാതെ മനുഷ്യനെ രക്ഷിക്കാൻ. മർക്കോസ് 5 വരുന്നു. എന്നോട് 9:30 വരെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ സഭായോഗം ഉള്ളതാണ്. എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പണിയുണ്ട് ഇനി. അതുകൊണ്ട് അത്യാവശ്യമുള്ള സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എത്ര പേര് സന്തോഷത്തോടെ ആമേൻ പറയും? ഇന്ന് രാത്രി എനിക്ക് ഒത്തിരി സന്തോഷം. നല്ല തകർത്തടിച്ച് മഴ പെയ്യുക. അവിടെ മണർകാട്ടൊക്കെ ഞാൻ പോരുമ്പോ ഇടിച്ചു കുത്തി മഴ പെയ്യുക. കർത്താവ് ഇത്രയും നല്ല പ്രകൃതി താനല്ലോ, അതിനായിട്ടൊരു സ്വത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം ഗൗരവമായിട്ട് തന്നെ കേൾക്കുന്നത്. 5-ാം അധ്യായത്തിലെ 3 സംഭവങ്ങൾ. 1, 6000 ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട് ഭാവി തകർന്നു പോയ ഒരു ചെറുപ്പക്കാരൻ. 2, ശാപരോഗമാകുന്ന രക്തസ്രവത്തിൽ പിടിപെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ട് വീട് പുറന്തള്ളി ശാപം ചുമന്നുകൊണ്ട് തട്ടിട്ട മുറിയിൽ മരണം കാത്തു കിടക്കുന്ന അസ്ഥിപഞ്ജരമായ സ്വപ്നങ്ങൾ തീരെ ദ്രവിച്ചു പോയ, തീരെ കാവടിച്ചു പോയ ഒരു സഹോദരിയുടെ ചരിത്രം. 3, ഒരു പള്ളിപ്രമാണി
ഏകജാതയായുള്ള ഒരു മകൾ സ്വപ്നം കണ്ട് വളർത്തിയ കുഞ്ഞിനെ മരണം തന്റെ കരാളഹസ്തം കൊണ്ട് ഞെരിച്ചമർത്തി ഇല്ലാതെയാക്കി. ചിരിച്ചവൾ ചരിച്ചവൾ മണ്ണിനോട് മടക്കയാത്ര പറഞ്ഞ് നിശ്ചലമായ ആ ശവപേടകത്തിന് മുമ്പിൽ വാവിട്ട് കരയുന്ന ഒരു പള്ളിപ്രമാണി. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു വിഷയത്തെ തൊടാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും ഗൗരവമുള്ളൊരു അധ്യായമാണ്. കാരണം ആ അധ്യായത്തിൽ യേശു അറസ്റ്റ് ചെയ്യുന്നത് 3 വ്യാപാരങ്ങളെയാണ്. ഒന്ന്, യേശു പിടിച്ചത് ദുരാത്മാവിനെയാണ്. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന ഏത് ദുരാത്മാവുണ്ടോ അതിനെ ഒരാൾ നിന്ന് പുറത്താക്കാൻ വായി തുറക്ക് ദൈവമക്കൾ. ഭൂതങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ യൗവനക്കാരെ വഴിതെറ്റിക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, ഈ ദേശത്ത് വാഴുന്ന ദുർഭൂതങ്ങളെ വ്യക്തികളുടെ അകത്തുണ്ട്. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കളെ, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും. നിങ്ങൾക്ക് കാണാൻ മേലാതെ ഈ അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രി എന്തോ സംഭവിക്കുകയാ. പിശാച് പുല്ല് കാണിച്ച് അറവശാലയ്ക്ക് പിടിച്ച ജനതിനെ ഇന്ന് രാത്രി യേശു തിരിച്ചു പിടിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, ദുരാത്മാവിന്റെ മേൽ. 2, 12 വർഷമായ ശാപരോഗത്തിന്റെ മേൽ. രോഗം എന്നുള്ള വാക്കല്ല, ശാപരോഗത്തിന്റെ മേൽ. 1, യേശു അറസ്റ്റ് ചെയ്തത് ഭൂതത്തെയാണെങ്കിൽ 2, യേശു അറസ്റ്റ് ചെയ്തത് ശാപത്തെയാണ്. ശാപത്തെയാണ്. എല്ലാ കേഴ്സുകൾ. ഗലാത്യർ 3, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി. 3, മരണത്തിന്റെ മേൽ. ഇന്ന് രാത്രി നാട്ടുകാരെ തൊണ്ടപൊട്ടി ഒരു ദൂത് പറയാം. 1, ഭൂതത്തിന്റെ മേൽ. 2, ശാപത്തിന്റെ മേൽ. 3, മരണത്തിന്റെ മേൽ. അധികാരമുള്ള ഒരാൾ അല്ല, ഒരേ ഒരാൾ, അതിന്റെ യേശുവാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അടുത്തൊരു 10 മിനിറ്റ് കൂടി വന്ന 15 മിനിറ്റ്, അങ്ങേറ്റം 20 മിനിറ്റ്. ഹല്ലേലൂയ. കേൾക്കണേ. ഒരു യൗവനക്കാരൻ, എന്താ അവന്റെ പ്രത്യേകത? പൈലറ്റാണോ? എംടെക് കഴിഞ്ഞോ? സിഎക്കാരനാണോ? എന്താ അവന്റെ വരുമാനം? എന്താ അവന്റെ ബിസിനസ്? എന്താ അവന്റെ യോഗ്യത? അവൻ ആരാ? ഒന്നും അറിയത്തില്ല. അവൻ അറിയപ്പെടുന്നത് നഗ്നതയുടെ പേരിലാണ്. കേട്ടിരിക്കെ, അവൻ അറിയപ്പെടുന്നത് ഇട്ട നല്ല ഉടുപ്പിന്റെ പേരിലല്ല, അവൻ അറിയപ്പെടുന്നത് നഗ്നതയുടെ പേരിലാണ്. 2, അവൻ അറിയപ്പെടുന്നത് കട്ടിലെ കിടന്നത് കൊണ്ടല്ല, അവൻ അറിയപ്പെടുന്നത് അവൻ ശ്മശാനത്തിൽ കിടന്നത് കൊണ്ടാണ്. നിങ്ങൾ പേടിക്കേണ്ട പ്രിയരെ, ഞാൻ ഈ പറയുന്നല്ല ഈ പുസ്തകത്തിനകത്തുള്ളതാണ്. ഹല്ലേലൂയ. 1, അവൻ അറിയപ്പെട്ടത് നഗ്നതയുടെ പേരിലാണ്. 2, അവൻ അറിയപ്പെട്ടത് അവൻ കിടന്നത് ശ്മശാനത്തിലായതുകൊണ്ടാണ്. 3, അവൻ അറിയപ്പെട്ടത് അവനെ പൂട്ടിയ ചങ്ങലയുടെ പേരിലാണ്. 4, അവൻ അറിയപ്പെട്ടത് അവൻ ഉഗ്രനായതുകൊണ്ടാണ്. അവൻ ആക്രമണകാരിയാണ്, അവൻ ക്രൗര്യമുള്ളവനാണ്. അവൻ അറിയപ്പെട്ടത് ഒരു നന്മയുടെ പേരിലല്ല. ആ ദൂതിലേക്ക് ഇന്ന് രാത്രി അമ്മ ബോർവെല്ലടിച്ച് വെള്ളം തപ്പുന്നത് പോലെ യേശുവിന്റെ ക്രൂശുമായിട്ട് ഇറങ്ങാൻ ഞാൻ ഇരിക്കുന്നത്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരായാൽ ഏതയാളുടെ സ്ഥലം പറയാം? ഗദരദേശം. ഏതായി ഗദരദേശം? ഗലീലക്കടലിന്റെ പാർശ്വത്തിൽ ഒരു 10 പട്ടണങ്ങളുണ്ട്. ഗലീലക്കടലിൽ മുട്ടിക്കിടക്കുന്ന ഒരു ചായ്മാന പട്ടണം, അമ്ലാംശമുള്ള പാറ നിറഞ്ഞ ഒരു ചായ്മാന പട്ടണം. ഏതായി ഗദര? പറയാം, ഗാദ്യരുടെ അവകാശ സ്ഥലമാണ് ഗദര. ഏതായി ഗാദ? പറയാം, ഇമ്മണി പുറകോട്ട് പോകണം. അബ്രഹാമിന്
ദൈവം കൂട്ടിക്കൊടുത്ത ഭാര്യ, ചേർത്ത് കൊടുത്ത ഭാര്യ സാറ, ഉണ്ടായ തലമുറ ഇസ്ഹാക്കിന്റെ ഭാര്യ റിബേക്ക, ഉണ്ടായ തലമുറ യാക്കോബിന് ദൈവം ചേർത്ത ഭാര്യമാർ 2, റഹേൽ, ലേയ. അവർക്കുണ്ടായ മക്കൾ 12: രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇശ്ശാഖാർ, ശെബൂലൂൻ, നഫ്താലി, ഗാദ്. ഈ ഗാദാരാണ് ചോരത്തിൽ ആദരിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഏതോ വീട്ടിലൊരു കൊച്ച്. നമ്മൾ ഓർക്കുന്ന പാട്ടും പ്രാർത്ഥനയില്ലാത്ത വീട്ടിൽ പുസ്തകം അന്തസ്സായിട്ട് പ്രസംഗിച്ചാൽ പറയേണ്ടി വരും. എവിടുന്നാ പോകുന്നത്? മിസ്രൈമിൽ നിന്ന്, ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന്. എവിടുന്നാ പോകുന്നത്? പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. വെറുതെ എന്നെ തലയാട്ടി ഒരു പക്കത്തെത്തിക്കാതെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ ഇരിക്കുന്ന 7ാമത്തെ സഭയിലാണ്. എനിക്ക് പെന്തിക്കോസ്തുകാരുടെ പരിപാടി അറിയാം. ഉറങ്ങിയാൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അത് വേണ്ട, പ്ലീസ് പ്ലീസ് പ്ലീസ്. വെറുതെ എന്നെ പക്കത്തെത്തിക്കാതെ എന്നോട് കൂടെ വാ. ഹല്ലേലൂയ. അഭിനയം കളയുന്ന റിയാലിറ്റിയിലേക്ക് വാ. ഹല്ലേലൂയ. ഒന്നിനോടും താരതമ്യം ചെയ്യരുത്. നിങ്ങളിപ്പോ ഇന്ന് രാത്രി കേൾക്കുന്നതാണ് റിയാലിറ്റി. അത് കേട്ടോണ്ടിരിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞോണ്ട് ദൈവം ഒരു ജനത്തെ വിടുവിച്ചു. എവിടുന്ന്? മിസ്രൈമിൽ നിന്ന്. ചോരത്തലി ആദരിച്ചു, ചെങ്കടൽ കിടത്തി. ഈ ജനം ഇങ്ങനെ പോരുക. തമ്പുരാൻ പോന്നപ്പോഴേ പറഞ്ഞു, മേഘം താഴ്ന്നിടത്ത് നിങ്ങൾ താഴണം, മേഘം പൊങ്ങുമ്പോ നിങ്ങളും പൊങ്ങണം. ഒന്നുകൂടെ പറയാം, മേഘം താഴുമ്പോ നിങ്ങൾ താഴണം, മേഘം പൊങ്ങുമ്പോ നിങ്ങൾ പൊങ്ങണം എന്ന് പറഞ്ഞ ഞാൻ പറയാത്തടത്ത് ഇരിക്കരുത്. ഞാൻ എഴുന്നേറ്റാൽ എന്റെ കൂടെ എഴുന്നേറ്റോണം. അങ്ങനെ 41 സ്ഥലത്തായി ഇവര് പാളയം ഇറങ്ങിയത്. എന്നാ യാത്രയല്ലേ, എന്നാ യാത്രയല്ലേ. ഹല്ലേലൂയ. എത്ര കരുതലോടുകൂടിയാ ദൈവം അവരെ നടത്തിയത്. നടന്നു വന്നു. ദൈവർക്ക് ചെങ്കടൽ വിഭാഗിച്ചു, കാടപ്പക്ഷി ഇറക്കി, മണ്ണായിട്ട് കൊടുത്തു, മാറായ മധുരമാക്കി, ടെഫീദിമിൽ അവർക്ക് വേണ്ടി നീർന്നു കൊടുത്തു, ഈന്തപ്പഴം കൊടുത്തു. എന്ന് വേണ്ട എല്ലാ നന്മകളും കൊടുത്തു വന്ന അവസാന യോർദാന്റെ തീരത്ത് അവർ പാളയിറങ്ങി. എല്ലാവരും എന്നെ കേൾക്കണേ, അറ്റവും തുമ്പും ഇല്ലാതെ കെട്ടിച്ചു പോകരുത്. ഹല്ലേലൂയ. യോർദാന്റെ തീരത്ത് പാളയിറങ്ങി. 12 ഗോത്രം പാളയിറങ്ങി കഴിഞ്ഞപ്പോ ഇസ്രായേൽ മക്കൾ ഗോപാലകന്മാരാ. ആരാ ഗോപാലൻ? ഗോക്കളെ മേയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് പശുവാണ്. അവരുടെ സമ്പത്ത് കാലികളാണ്. അവരുടെ സമ്പത്ത് അകിടുകൾ ചുരത്തുന്ന പാലാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? പാലും തേനും ഒഴുകുന്ന കനാൽ. അത് ലിറ്ററലി യാഥാർത്ഥ്യമാണ്. കാര്യം ഇസ്രായേലിലെ പശുക്കൾ തിന്നിട്ട് കുന്നിന്റെ മുകളിൽ കിടക്കുമ്പോൾ അകിട് മണ്ണിൽ ഞെങ്ങിയിട്ട് അകിട് തന്നെ പാല് ചുരത്തും. ആ പാലിങ്ങനെ നദിയായിട്ട് ഒഴുകുന്ന കണ്ടോണ്ടാ പറഞ്ഞത്. പാലൊഴുകുന്നു. അവൻ തേൻ കൊണ്ട് പൂക്കൾക്ക് നിൽക്കാൻ മേലാതെ ഈ പൂ ഇങ്ങനെ ചാഞ്ഞിട്ട് അതിന്റെ താഴോട്ട് വീഴുന്ന കണ്ടിട്ടാ പറഞ്ഞത്. പാലും തേനും ഒഴുകുന്ന സ്ഥലം. പിന്നീട് സമ്പത്ത് പശുക്കളാ, കാലികളാ, അകിട് ചുരത്തുന്ന പാലാണ്. യോർദാന്റെ തീരത്ത് വന്നപ്പോൾ യോർദാനിൽ ധാരാളം പുല്ലുണ്ട്. ഒത്തിരി പുല്ലുള്ളത് തോന്നപ്പോ പാല് കൂടി കഴിഞ്ഞപ്പോ വരുമാനം കൂടി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇതെങ്ങനെയോ തലക്കെട്ട് വരുവാന്നുള്ള കാര്യം. പാല് കൂടി കഴിഞ്ഞപ്പോഴോ വരുമാനം കൂടിയപ്പോഴോ 2 മുറി വീട് 7 മുറി വീടായി. എന്നിട്ടോ തറ വെട്ടിഫൈഡ് ആക്കി. എന്നിട്ടോ വീടിന്റെ മേൽക്കൂമ്പ് വലുതാക്കി. എന്നിട്ടോ വണ്ടി മേടിച്ചു. എന്നിട്ടോ എന്നിട്ട് ചോദിക്കുക പാസ്റ്ററേക്ക്, അമ്മമ്മോ നാളെ ആരാധനയ്ക്ക് വരുമോ? ഇല്ല പാസ്റ്ററേ, നാളെ ആരാധനയ്ക്ക് വരികയില്ല. കാര്യം ഒട്ടുപാൽ ഉണങ്ങാൻ ഒരു നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒട്ടുപാല് ഉരുട്ടിവിടുങ്ങാൻ നന്മയില്ലാതെ ഉദരമുണക്കി കൊടലുണക്കി കരഞ്ഞ കാലത്ത് ഇടപെടമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് പോയ നീ അഹങ്കാരം. റാന്നിൽ ഒരു അമ്മച്ചിയോട് പാസ്റ്റർ വിളിച്ചു വെച്ച്, അമ്മമ്മ നാളെ ആരാധനയ്ക്ക് വരുമോന്ന് വെച്ചപ്പോ അമ്മമ്മ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മേല, കാലിന്റെ പുറകിലത്തെ മസിലിന് ഒരു പിടുത്തം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ നിങ്ങൾ ഓർത്തില്ലേ 140 സ്റ്റെപ്പ് ഉണ്ടെന്ന്? ഇല്ല, 6 സ്റ്റെപ്പേ ഉള്ളൂ.
6 സ്റ്റെപ്പ് കയറാൻ മേല, കാലിന്റെ പുറകിലൂടെ ഇവിടുത്തെ. അപ്പൊ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ പാസ്റ്റർമാർക്ക് അമ്മയെ ശാസിക്കാൻ പറ്റുകയില്ല, ഗുണീകരണം പറയാൻ പറ്റുകയില്ല, തർജ്ജനം പറയാൻ പറ്റുകയില്ല. അതിന്റെ കാര്യം എന്നാ? പണ്ട് പൗലോസ് പറഞ്ഞ് ഞാൻ വടിയോടുകൂടെ നിങ്ങളുടെ അടുത്തോട്ട് വരട്ടെ എന്ന്. ഇന്ന് നമ്മുടെ വിശ്വാസികളോട് പറയും, അവർ പറയും പാസ് വടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളൊരു തടിയായിട്ട് അങ്ങോട്ട് വരാന്ന് പറയും. അതാ കാലം, ഇത് വല്ലാത്ത കാലമാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, എടോ ചിരിക്കുന്നെങ്കിൽ നല്ലതായിട്ട് ചിരിക്കണം, ചുമ്മാ ഞെക്കി വെച്ചോണ്ട് ചിരിക്കരുത്, ഒരുമാതിരി ലോൺ എടുത്ത് ചിരിക്കുന്നല്ലേ. നാളെ ആരാധനയ്ക്ക് വരുവാ അമ്മ പറഞ്ഞു. ഇല്ല പാസ്റ്റേ, മുട്ടിന്റെ പുറയിലത്തെ മസിലിനെ വിടുത്തോ. പാസ്റ്റർ എന്നാ പിന്നെ ആയിക്കോട്ടെ അമ്മ, അതിന്റെ അടുത്ത ആഴ്ച വരാൻ നോക്കണേ. ഇതൊക്കെയാ ഞങ്ങളുടെ ഗതികേടുന്നോ, ഇതിനൊക്കെയായിരിക്കും ചിലപ്പോൾ കിരീട അഡ്വാൻസ് കിട്ടുന്നത്. ഹല്ലേലൂയ. ഏതായാലും ആരാധനയ്ക്ക് പോകണം തീരുമാനിച്ചു. പക്ഷേ പിറ്റേ ദിവസമായി വെള്ളം കയറി വന്നു. ഓർക്കുന്നുണ്ടോ? വെള്ളം കയറി വന്നപ്പോ മുട്ടിന്റെ പുറകിലെ മസിലിനെ പിടുത്തമുള്ള ആന്റി 3-ാം നില കെട്ടിടത്തിന് മുകളിലോട്ട് എലിവാണം വിട്ടതുപോലെയാ പോയത്. അപ്പൊ മസിലിന് പിടുത്തമുണ്ടോ? പറഞ്ഞു മസിലിന് പിടുത്തമുണ്ടോ? ആരും സ്വത്രം പറഞ്ഞില്ല. ദൈവദാസന്മാരെങ്കിലും ഒന്ന് സഹായിക്കണേ. എന്നെ ഓവർ റിയാക്ഷൻ ഇട്ടിരുന്ന് ഞരങ്ങാതെ 2 ഗ്ലോറി ആമേൻ പറയണം. കാരണം ഇതുങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാനാണ് ഞാൻ ഈ കിടന്ന് പ്രളവിടി. ദൈവത്തെ മറക്കുന്നവരെ യോർദാന്റെ തീരത്ത് വന്ന് ഇത് പച്ചയ്ക്ക് തൂതാച്ച, അങ്ങനെയായി തൂത്, എനിക്കൊന്നും മാറ്റി പറയാൻ പറ്റില്ല. യോർദാന്റെ തീരത്ത് വന്നു, കാശ് വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട ആ സമയം ഓർക്കുന്നുണ്ടോ? എന്നെ ആരാധനയായിരുന്നു, എന്നെ ചാട്ടവാർന്ന്, എന്നെ നൃത്തവാർന്ന്, എന്നെ അന്വേഷിച്ച്. ആ നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ ഈ പ്രതിമ പോലെ ഇരിക്കാൻ പഠിച്ചത്? ദൈവം അഴുക്കായോ? അല്ല, ദൈവം അഴുക്കായില്ല. നിനക്ക് അഹങ്കാരം കയറി, നിനക്ക് കാശ് കയറി, പറയണ്ടേ പാസ്റ്റേ, സമ്പത്ത് കയറി. ഇപ്പൊ മുമ്പേ നമ്മുടെ ജിജു ചോദിച്ചേട്ടേ ഒരു അല്ലേലിയ പറയാമോ? എന്നാ ഇരിക്കട്ടെ, നിന്റെ വെപ്രാളത്തിന് ശമനം കിട്ടട്ടെ. എന്റെ ഭാഷ പറഞ്ഞ കൊണ്ട് തിന്നടാന്ന് പറഞ്ഞു ഒരെണ്ണം. പ്രിയപ്പെട്ടവരെ ആഴമായിട്ട് കേൾക്കണം. ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ വേദന കൊണ്ട് പറയാ. എന്റെ അപ്പന് 74 വയസ്സുണ്ട്. 74 വയസ്സുള്ള എന്റെ അപ്പൻ 65 കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചാണ് ഇന്നും കർത്താവിന്റെ വേലയ്ക്ക് പോകണം. ഇന്ന് കർത്താവും പോലില്ലാതെ പ്രസംഗിക്കുക, തിരുവോരങ്ങളിൽ ദൈവശബ്ദമായി നിൽക്കുക. ആ മനുഷ്യന്റെ അകത്ത് വീട് അഗ്നി 45 വർഷമായിട്ട് കെട്ടിട്ടില്ല. ഇവിടെ 13 വർഷമായവൻ നോക്കുകുത്തി പോലെ ഇരിക്കുക. എവിടെ ആരെ പ്രാപിക്കും? സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. ആമേൻ. നന്മ വർദ്ധിക്കുമ്പോൾ നിലത്ത് ചവിട്ട് നിൽക്ക. 2 പണി വരാനുള്ള കാശ് നമ്മുടെ ഇല്ല. 2 പണി വരാനുള്ള പൈസ കയ്യോ ഉയർത്തി രാമേ പറഞ്ഞാട്ടെ. ഞാനാകുന്നത് കൃപയാൽ. യോർദാന്റെ തീരത്ത് വെച്ച് കാശ് കൂടിയപ്പോ തമ്പുരാന് മനസ്സിലായി ഇവരിവിടെ താഴുക. മേഘം പൊങ്ങിയപ്പോ 2.5 ഗോത്രം പറഞ്ഞു, ഞങ്ങൾ ഇക്കരെ ആരാധിച്ചോളാം, നിങ്ങൾ അക്കരെ പോയി ആരാധിച്ചോളാം പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. നിങ്ങളെല്ലാവരും പൊക്കോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പവർ വിഷൻ കണ്ടോളാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഓർക്കും എനിക്ക് പവർ വിഷനോട് എതിരുണ്ടത്. അയ്യോ അല്ലെന്നേ, ഞാൻ പവർ വിഷനിൽ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ സുവിശേഷം കേൾക്കാനുള്ള മാർഗമാണ്. പക്ഷേ കൈകുത്തി തല പൊങ്ങിയാൽ ഞായറാഴ്ച ചർച്ചിൽ പോകണം. ചെല്ലു പറഞ്ഞെന്നറിയോ പാസ്റ്ററെ, നടന്ന വീഴുവെന്ന് പേടിച്ചിട്ടാ. എന്റെ പൊന്നമ്മേ, നീ പെരക്കാത്ത വീടുകളെ ആരാധനയ്ക്ക് പോയാൽ ദൈവം എന്നെ താങ്ങുമെന്ന് വിശ്വസിക്കണം. കൈ ഉയർത്തല് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ആരാണ്ടി വായിക്കുന്നു? സുഭാഷ്, വയസ്സാം കാലത്ത് ആരാധനയ്ക്ക് പോകാൻ പ്രമാണമുണ്ടോ? നിങ്ങൾക്ക് എത്ര വാക്യം കേൾക്കണം? യുവതികൾ, യുവാക്കന്മാർ, വൃദ്ധന്മാർ, ബാലന്മാർ എല്ലാവരും യഹോവയെ സ്തുതിക്കട്ടെ. ഇനി കേൾക്കണോ? വയസ്സാം കാലത്ത് ശിമിയോൻ യഹോവയുടെ ആലയത്തിൽ പോയെന്ന് ആ കരമൊന്ന് ഉയർത്തി രാമേ പറഞ്ഞാട്ടെ. എനിക്ക് ജീവനുള്ള കാലത്തോളം 2.5 ഗോത്രം പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്കില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും വിശുദ്ധിയൊന്നും വേണ്ട. അങ്ങനെ ഇക്കരെ കിടന്ന ഗോത്രം രൂബേനും ഗാദും മനശ്ശയുടെ പകുതിയും.
ഇപ്പൊ ഈ അക്കരെ പോകാതെ ഇക്കരെ കടന്ന വീട്ടിലൊരു കൊച്ചിനാണ് ഇപ്പൊ ഈ ഭൂതം കയറിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ തലമുറകളുടെ ശാപത്തിന്റെ കാരണം ഒരു പരിധിവരെ മാതാപിതാക്കൾ ദൈവത്തെ മറന്നതാണ്. കേരളക്കരെ ഒരു കാലഘട്ടത്തിലെ പിതാക്കന്മാർ ശ്വാസത്തെക്കാൾ ദൈവത്തിന് വില കൊടുത്തതാ. അടുത്ത ജനറേഷനെ ദൈവം മാനിച്ചതാ. ഈ നിങ്ങൾ ദൈവത്തെ മറന്നാൽ അടുത്ത തലമുറ അപകടമാ. കൈയുയർത്തി പ്രാർത്ഥിച്ച ദേശത്തിന് വേണ്ടി എനിക്കറിയില്ല, ഈ യോഗത്തിന്റെ പുറകെ വലിയ ദൈവത്തിന്റെ പ്രോജക്റ്റ് ഉണ്ട്. റിയലി ഹെവൻലി പ്രോജക്റ്റ്. ഞാനത് കാണുന്നുണ്ട് ആത്മാവിൽ. പോട്ടെ, അക്കൂട്ടത്തിൽ ഒരു ചെറുക്കനായി ഇപ്പൊ 6000 ഭൂതം കയറിയത്. എന്റെ ദൈവദാസനെ ഒന്നും 2 ഭൂതമല്ല, 6000 എണ്ണം ഒരു ദൂതന്റെ ഗൗരവത്തിലേക്ക് പോകുക കേട്ടോ. 6000 ദുരാത്മാവ് ഒരു ചെറുപ്പക്കാരന്റെ ദേഹത്ത് കയറി. അവൻ ഉഗ്രൻ, ചങ്ങല അവൻ ഒരുമി ഓടിക്കും. അവന് നാടിന് പേടിയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 6000 ദുരാത്മാവ് പിടിച്ച് ചെറുപ്പക്കാരൻ വീട് വിട്ടു. അവന്റെ പാത്രം വീട്ടിലുണ്ട്, ചോറിനെന്ന്. അവന്റെ കട്ടില് വീട്ടിലുണ്ട്, അവന്റെ ബെഡും ബെഡ്ഷീറ്റും ഉണ്ട്, അവൻ കുളിക്കാൻ ഉപയോഗിച്ച് തോർത്തുണ്ട്, അവന്റെ സോപ്പുണ്ട്. പക്ഷെ അവൻ വീട്ടിലില്ല. എവിടെയാവൻ? കല്ലറയിൽ. എവിടെയാവൻ? ശാപത്തിൽ. എവിടെയാവൻ? ദുരാത്മാവിന്റെ പിടിയിൽ. ആരെ ഇവനെ രക്ഷിക്കാനുള്ളത്? ഒരമ്മ ഇരുന്ന് നെഞ്ചുകൊള്ളി കരയാ, എന്റെ കൊച്ചിനെ ആര് രക്ഷിക്കും? ഇന്ന് രാത്രി ഞാൻ കൊണ്ടുവന്ന ദൂതിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ആരും അറിയാതെ ആവെ കരയുന്ന ഏതോ അമ്മമാർ ഈ ദേശത്തുണ്ട്. ഒരു കൂട്ടം തലമുറകൾ ദൈവത്തിന്റെ സന്ദർശനം അനുഭവിക്കാൻ പോകയാ. അക്കരമ നടിച്ച് യേശുവിനെ സ്തുതിച്ചോട്ടെ. ഒരു കൂട്ടം വെറുതെ അല്ല, ആരോട് പറയാതെ കരയുന്ന ഏതോ അമ്മമാർ ഇന്ന് രാത്രി എഴുതുന്നുണ്ട്. ഇളകുന്ന ഓളത്തെ ഭേദിച്ച് ഒരുവൻ കേന്ദ്രദേശത്തേക്ക് വരുന്നു, ഒരുവൻ ചോറ്റിയുടെ മണ്ണിലേക്ക് വരുന്നു. എന്തിന്? ചിലരെ തൊടാൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കണ്ടോ ചെറുപ്പക്കാരൻ? ഗൗരവമായിട്ട് കേൾക്കണം. അച്ഛാ താഴോട്ടിറങ്ങിയ ഹൗളിയോ ഇറങ്ങുന്ന കുഴപ്പമുണ്ടോ? ഏതോ ഒരു ചെറുപ്പക്കാരൻ 6000 ദുരാത്മാവിന്റെ അടിയിലാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. വസ്ത്രമുടുക്കില്ല. അവൻ കിടക്കുന്ന കല്ലറയിലാണ്. ഈ ദൂതിനൊരു അപകടം അത് പറയാം. മത്തായി സുവിശേഷത്തിൽ പറയുന്നു 2 ഭൂതഗ്രസ്തനെന്ന്. മാർക്കോസ് പറയുന്നു 1 ഭൂതഗ്രസ്തനെന്ന്. അപ്പൊ നമുക്കൊരു ഡൗട്ടിൽ ഇത് ഏതാ ശരിയെന്ന്? 2 ശരിയാണ്. അത് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണം. ഭൂതഗ്രസ്തൻ 2 ആണോ? 1 ആണോ? 2 ശരിയാ. ഇതിലേതാ ശരിയെന്നറിയാൻ ഞാൻ ഡേറ്റ്സിന്റെ കമന്ററി നോക്കി എന്താ എഴുതിയിരിക്കുന്ന അറിയട്ടെ. എന്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചത് പറയാം. ഗദരദേശത്ത് 20 അടി വീതിയുള്ള ചുണ്ണാമ്പ് കുഴികളാണ് മൊത്തം. കേൾക്കുന്നുണ്ടോ? ഓരോ കുഴിയിലും 4-5 ഭ്രാന്തന്മാരിയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നോർമലി അതെങ്ങനെയാ പാസ്റ്ററെ ഓരോ കുഴിയിലും ഇതിന് മാത്രം ഭ്രാന്തന്മാർ വരുന്നത്? പറയാം. അൺമച്വേർഡായി ജനിച്ച കുഞ്ഞുങ്ങൾ, മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ. തെക്കപ്പുല നാട്ടിൽ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ശാപഗ്രസ്തരും ശാപത്തിന്റെ അടയാളവുമാണ്. അവർ കൂട്ടമായ ആ കൊച്ചുങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് ഗദര.
ഗദർദേശത്തിന്റെ തെരുവുകളിൽ സുബോധമുള്ള ഒരാളെ കാണാൻ പറ്റുകയില്ല. ഓരോ കുഴിയിലും ഭ്രാന്തന്മാരിയ്ക്കുകയാണ്. ഓരോ കുഴിയിലും സ്വപ്നം തകർന്നവരിയ്ക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താ സംഭവിക്കുന്നത്? ഒരു കുഴിയിൽ 5 ഭ്രാന്തന്മാര്, 4 ഭ്രാന്തന്മാര്. ദൈവദാസനെ, ഒരുത്തൻ കല്ലുകൊണ്ട് ദേഹം ചതയ്ക്കുന്നു, മറ്റവൻ സ്വന്തം കൈ കടിച്ചു മുറിച്ചിട്ട് ഒഴുകി വരുന്ന ചോര നക്കി കുടിക്കുന്നു, മറ്റവൻ കുഴിയിലെ മണ്ണ് വാരി തിന്നുന്നു, ഒരുത്തൻ മുടി വലിച്ചു പറിക്കുന്നു. കണ്ടോ, നരക സമാനമായ ഗദരയിലെ കുഴികൾ. ഇന്ന് രാത്രി ഞാൻ എന്തിനെ അലയ്ക്കുന്നറിയാമോ? ചോറ്റിയുടെ മുഖം നിങ്ങൾ കാണുന്നത് പോലെ അല്ല. ചില വീടുകൾ നരകങ്ങളാണ്. അവൻ അഭിമാനം കൊണ്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിന്റെ വാതിക്കൽ ഇന്ന് രാത്രി യേശു നിൽക്കുകയാ. പെർഫ്യൂം അടിച്ചാൽ, പൗഡർ ഇട്ടാൽ, ക്രീം പുരട്ടിയാൽ ശാപം മാറില്ലടോ. ലോകത്തിൽ ആർക്കും അറിയില്ല. ഓരോ വീടുകളുടെ അക ഇങ്ങനെ പുഴു നുളയ്ക്കുകയാണ്. ഓരോ കുഴിക്കകത്തിരിക്കുന്നു. ഇത് നിങ്ങൾ കേൾക്കണം, ഇതിന്റെ ഭീകരത. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? ഒരുത്തൻ, മക്കളെ എല്ലാവരും പ്രാർത്ഥിക്കുക പ്ലീസ്. ഒരുത്തൻ ഇടിച്ചിടിച്ച് ആ കുഴിക്കകത്ത് വീട് ചാകും. ഒരുത്തൻ മരിച്ചാൽ ബാക്കി 4 പേര് കുഴിയിൽ നിന്ന് കയറിപ്പോവുകയില്ല. അവരവിടെ തന്നെ തുടരും. പേപ്പർ കട്ടിങ്ങുകൾ ധാരാളമുണ്ട്. സ്വന്തം അമ്മയുടെ പുഴുത്ത ശരീരത്തിന്റെ ചോട്ടിൽ ആ ദുർഗന്ധം സഹിച്ച് 5 ആഴ്ച ഇരുന്ന ഭ്രാന്തിയായ പെണ്ണ് കാണുന്നു. നിൽക്ക്, ദുരാത്മാവ് ദുർഗന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഒരുത്തൻ കുഴിക്കകത്ത് കിടന്ന് മരിച്ചു. ബാക്കി 4 പേര് കുഴിക്കാത്തിരിക്കുക. എന്റെ അച്ഛന്മാരെ, 3 ദിവസം കഴിഞ്ഞപ്പോ ഈ ശരീരം മൂർത്തു. 3-ാം ദിവസം കഴിഞ്ഞപ്പോ ഒരു കറുത്ത ദ്രാവകം പുഴുവോടുകൂടെ ആ ശരീരം പൊട്ടിച്ച് പുറത്തോട്ട് വരാൻ തുടങ്ങി. ശ്രദ്ധിക്കുക. എന്നിട്ട് ആ മരിച്ചവന്റെ ശരീരത്തിലെ പുഴു ജീവനുള്ളവരെ ജീവനോടെ അരിക്കാൻ തുടങ്ങി. ജീവനോടെ ഒരുത്തനിരിക്കുമ്പോൾ അവന്റെ കാല് പുഴു തിന്നോണ്ടിരിക്കുക. ഇന്ന് രാത്രി മഴക്കാരനെ നോക്കാതെ അവൻ ഈ ഗ്രൗണ്ടിൽ യോഗം നടക്കുമ്പോ നിങ്ങളോട് ചോദിക്കുക, എന്തിനാണോ ഇപ്പൊ യോഗം വെച്ചത്? മറുപടി, ചിലരുടെ കുടുംബത്തെ പുഴു തിന്നാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചില തലമുറകളെ പുഴു തിന്നാൻ തുടങ്ങി. ചില ഭർത്താക്കന്മാരെ പുഴു തിന്നാൻ തുടങ്ങി. ചില ഭാര്യമാരെ പുഴു തിന്നാൻ തുടങ്ങി. എന്തിനാ യോഗം? പുഴു തിന്നുകയാ. പുഴു തിന്നുകയാ. കേരളമേ, ഇന്ത്യ മഹാരാജ്യമേ, കഴിഞ്ഞ 2 മാസങ്ങൾ കാക്കിയിട്ട് നമ്മുടെ പോലീസ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് ഇറങ്ങിയപ്പോൾ എത്ര കുടുംബങ്ങളാ, എത്ര യൗവനക്കാരാ പിടിക്കപ്പെട്ടതല്ലേ? ഇന്നലെ വരെ ഞാൻ ഓർത്തത് ചുറ്റികയാണ് നിറയ്ക്കാനാണ്. കഴിഞ്ഞ ദിവസം മനസ്സിലായത് സ്വന്തം അമ്മയുടെ തലക്കെട്ടടിക്കാം, സ്വന്തം അനുജന്റെ തലക്കെട്ടടിക്കാം, സ്വന്തം വല്യപ്പന്റെ തലക്കെട്ടടിക്കാം. അവര് പിടയ്ക്കുന്നത് കണ്ട് ചോര പറ്റിയ ചുറ്റിയെ കൊണ്ട് നിൽക്കാം. കഴിഞ്ഞ ദിവസം മനസ്സിലായത് വണ്ടി ഒന്ന് ഒരഞ്ഞതിന്റെ പേരിൽ വഴക്ക് പിടിച്ചാൽ അവനെ ഇടിച്ച് ബോണത്തിന്റെ മേളിൽ കിടത്തിക്കൊണ്ട് 150 മീറ്റർ കാർ ഓടിക്കാം. എന്നിട്ടോ അവൻ താഴെ വീണാൽ അവന്റെ ദേഹത്തോടെ വണ്ടി ഓടിക്കാം, അല്ലേ? കഴിഞ്ഞ ദിവസം മനസ്സിലായത് പ്രേമത്തിന്റെ പേര് പറഞ്ഞ് പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ മാംസത്തെ കവർന്നിട്ട് അവളെ ഞെക്കിക്കൊന്ന് കൊടുങ്കാട്ടിൽ എറിയാന്ന്. കഴിഞ്ഞ ദിവസം മനസ്സിലായത് കൊച്ചു കുഞ്ഞുങ്ങളെ ഐസ്ക്രീം മേടിച്ചു തരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് പ്രകൃതി വിരുദ്ധമായ വൃതാലാപങ്ങൾ കേൾപ്പിച്ച് ആ കൊച്ചിനെ കൊന്ന് അരിഞ്ഞ് ക്ലോസറ്റിനകത്തിടാന്ന്. നമ്മൾ സേഫാണോ? നല്ലത് പറയുന്ന പാവപ്പെട്ട പെന്തിക്കോസുകാരെ അടിക്കാൻ നാണയില്ലേ നിങ്ങൾക്ക്?
ഞങ്ങൾ എന്താ പറഞ്ഞത്? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കിയോ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയോ? ഞങ്ങൾ പറഞ്ഞത് ഒറ്റ കാര്യം, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ കാര്യമാണ്. യോതിരമോ ഈ കുഴിക്കകത്തുനിന്ന് കരച്ചിൽ കേൾക്കാം. എന്താ കരച്ചിൽ? രക്ഷിക്കുക. ആ കരച്ചിലിന്റെ ശബ്ദം ചോറ്റിയിൽ കേൾക്കാം, കാഞ്ഞിരപ്പള്ളി കേൾക്കാം, പൊൻകുന്നത്ത് കേൾക്കാം, എരുമേലി കേൾക്കാം, കോട്ടയത്ത് കേൾക്കാം, തിരുവനന്തപുരത്ത് കേൾക്കാം, പാലക്കാട് കേൾക്കാം, മധ്യപ്രദേശിൽ കേൾക്കാം, ഡൽഹി കേൾക്കാം. ഈ കുഴിയിൽ നിന്ന് ഞങ്ങളെ കയറ്റുക. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നാലും ആരും പോകരുത് പ്ലീസ്. 5 നിമിഷം, 2-3 നിമിഷം മതി. ഐ എം സോറി. ഇനി ഞാൻ പറയാൻ പോകുന്ന സുവിശേഷം വിട്ടുകളയരുത്. പ്രാർത്ഥിക്കണം, എന്നോട് കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങളും കൂടെ ഇവിടെ നിൽക്കും. പ്ലീസ് കം. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടുന്നുള്ള പാട്ട് പാടി നമുക്ക് ആരാധിക്കാം. കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കാതെ പോലെ പ്ലീസ് പ്ലീസ്. കുഴിക്കാത്തത് കരച്ചിൽ, നിലവിളി. ആ കുഴിക്കാത്ത നിലവിളി എന്നറിയോ? വീട് വെച്ച് തന്നെ എന്നല്ല, രക്ഷിക്കണേ. ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തോട് ചോദിക്കുന്നു, പാപത്തിലും ശാപത്തിലും പിടിക്കപ്പെട്ട് കുഴി കിടക്കുന്നവനെ ആ കുഴിക്കകത്തിറങ്ങി രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രി എന്തിനാ ഞാൻ ഇവിടെ വരെ വന്നെന്നറിയാം പാസ്റ്ററെ? യേശുവിന്റെ ക്രൂശ് എന്ന സമയത്ത് ഒരു വാക്യം പറഞ്ഞു, എന്റെ ക്രൂശിന്റെ കാല് കുഴിയിലോട്ട് ഇറക്കിയിട്ടൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കുഴിയിലേക്ക്. ഇത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്നത്. ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാതെ ശാപമരിക്കുന്ന കുഴികളിൽ നിന്ന് മനുഷ്യനെ പിടിച്ചു കയറാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ക്രൂശിന്റെ കാലാണ്. ഇന്ന് രാത്രി ഏത് മഹാഭാവിക്കും പിടിച്ചു കയറാനുള്ള ഏക മാർഗം, വലത്തെ കൈയൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചു, ഏക മാർഗം ക്രൂശിന്റെ കാലാണ്. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. ഇത് നിന്റെ രാത്രിയാണ്. നാളെ നിനക്കുണ്ടോ എനിക്കറിയില്ല. ഇത് എന്റെ സ്കെയിലാണ്, നിങ്ങളുടെ അല്ല. ഒന്ന് കണ്ണടച്ച് പിടിച്ചേച്ച് ആ ക്രൂശിലേക്ക് നോക്കിക്കേ. എനിക്കറിയില്ല ഇന്ന് രാത്രി ദേശത്തെ എവിടെയൊക്കെയോ യേശുവിന്റെ രക്ഷ. ഇങ്ങനെ ചില വീടുകളുടെ അകത്തോട്ട് കയറുക. തലമുറകളെ കുറിച്ച് വയറ് പൊള്ളുന്ന അമ്മമാർ ഇവിടെയുണ്ട്. എന്ന് വിളിക്കൂ, യോഗ്യനല്ല ഞാനൊരിക്കൽ. പാപം എന്നിൽ പെരുകി അന്യനായി നിന്മാർഗേ എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഓ മതനാടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിടും ഞാൻ നിന്നന്മകളെ. എന്റെ പ്രിയ നാട്ടുകാരെ, നാളെ നിങ്ങൾക്കുള്ളതല്ല. ഇന്ന് രാത്രി ആ കണ്ണിന്റെ കോണൊന്നും നനഞ്ഞിട്ട് എനിക്ക് ഈ കുഴിയത് കയറണം. ഞാൻ കൈപോക്കിക്കത്തില്ല.
വിരലിന്റെ അറ്റത്ത രക്ഷയെന്ന് വിശ്വസിക്കുന്ന ഉപദേശി അല്ല ഞാൻ. രക്ഷ നടക്കേണ്ടത് ഹൃദയത്തിലാണ്. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഇരുട്ടത്തോ വെട്ടത്തോ റോട്ടിലോ വഴിയിലോ വീട്ടിലോ എവിടെയെങ്കിലും നിർദ്ദേശിച്ചു എനിക്ക് ഈ കുഴിയിൽ നിന്ന് കയറണം. ഏകമാർഗ യേശുവിന്റെ ക്രൂശ്. ഇന്ന് രാത്രി യേശുവെ ഞാനൊരു പാപിയാണെന്ന് പ്രാർത്ഥിക്കാം. നിന്മാർവോടു ചേരട്ടെ യേശുനാഥ. ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, ഇന്നും എന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഒരു പാവ മനുഷ്യന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള നന്മ മുടക്കി നടത്തുന്ന യോഗമായത്. ഒരുപക്ഷെ രക്ഷിക്കപ്പെടുവാനുള്ള ചിലരുടെ അവസാനത്തെ അവസരം, ഒരുപക്ഷെ സ്നാനപ്പെടാനുള്ള തീരുമാനമെടുക്കാനുള്ള ചിലരുടെ ലാസ്റ്റ് ചാൻസ്, ഒരുപക്ഷെ ഇന്ന് രാത്രി എങ്ങനെ യേശു വന്നാൽ വരവിന് മുമ്പുള്ള അവസാനത്തെ യോഗം. ആര് പ്രാർത്ഥിക്കുക? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. എനിക്ക് ഈ കണ്ണുനീർ നിറഞ്ഞ ലോകത്തെ നമ്മൾ പാടി ആരാധിക്കാൻ പോവാ. എനിക്കിത് പ്രിയനെ കാണണം. സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച് ചേർന്നാരാധിച്ച് എല്ലാ കണ്ണുകളും അടച്ച് പിടിച്ച് ആരാധിച്ച്, കണ്ണുകൾ അടച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച്, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച്. വായി തുറക്കും, വായി തുറക്കും, വായി തുറക്കും, വായി തുറക്കും, വായി തുറക്കും. യെസ്, യെസ്. ലോകമേ എന്നിൽ നിന്നു ഞാൻ മറയട്ടെ. നിറഞ്ഞ ലോകമേ എന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിനോടി നേരത്തിൽ എത്തും ഞാൻ വിരത്തിൽ. കണ്ണിനോടി നേരത്തിൽ എത്തും ഞാൻ വിരത്തിൽ. കണ്ണിടം കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ രൂപം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിത്ര ദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിത്ര ദീപമേ. കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ. മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ. ആശപാശമാകും കുട്ടികൾ ചുറ്റുമായറുത്തു നിൽക്കണം. ആശപാശമാകും കുട്ടികൾ ചുറ്റുമായറുത്തു നിൽക്കണം. കണ്ടിടും പ്രിയനേ, കണ്ടിടും പ്രിയനെ ഞാൻ
കണ്ടിടും അങ്ങേനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങേനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപം എന്നോട്ടവും അധ്വാനവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യക്തമല്ല നിശ്ചയം വേഗം കാണുവൻ മണാളനേ വ്യക്തമല്ല നിശ്ചയം വേഗം കാണുവൻ മണാൾ സന്തോഷത്തോടെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഉയർപ്പിൻ ഉയർവീണമിട്ടും സംഘത്തിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഉയർവീണമിട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും കണ്ടിടും പ്രിയനെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങേറല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങേറല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ കണ്ടിടും പ്രിയനെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ കണ്ടിടും പ്രിയനെ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അങ്ങനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ ഹല്ലേലൂയ യേശുവേ മണാളനേ യേശുവേ മണാളനേ ശംഭരാധന വൈദമനഗണ ശംഭകവന വൈദപ്രവാദന സുഡവനഗണഗണഗണ ശംഭകവന വൈദമാനവ സസ്യാഭര ഒരുമിച്ച് സന്തോഷത്തോടെ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ ഉന്നവനഗണ ഹബരഗണഗണ ശംഭരാധന വൈദമനഗണ ധിയാദവ Hallelujah! Thank you, Jesus. ഇപ്പോൾ പാസ്റ്റർ MC ജോർജ് അവർ മുൻപോട്ട് നിന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, നല്ലത് വിലയേറിയതുമായ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിലൂടെ ഈ ദേശത്തോടെ കർത്താവ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ശക്തിയേറിയ ആലോചനകളെ, ശക്തിയേറിയ ദൂതുകളെ നൽകി ദേശത്ത് കർത്താവെ വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് നൽകിയതിനായി സ്തോത്രം. വിശേഷാൽ കർത്താവ് ഇന്ന് രാത്രിയില് ഈ മൈക്കിന്റെ ശബ്ദപരിധിയില് കർത്താവിന്റെ വചനം കേട്ട എല്ലാ പ്രിയമുള്ളവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട പ്രിയമുള്ളവർ കർത്താവിലേക്ക് വരുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. വിശേഷാല 2 ദിവസങ്ങളായിട്ട് ഇപ്രകാരം ഒരു ക്രമീകരണം കർത്താവ് ഒരുക്കിയല്ലോ, ഒരു മഹായോഗം കർത്താവ് ഒരുക്കിയല്ലോ. എല്ലാറ്റിനും വേണ്ടി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത കർത്താവിന് വിലപ്പെട്ട ദാസന്മാരെ ഓർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി കർത്താവിന് വചനം കേട്ട, ആരാധനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയമുള്ളവരെയും ഈ ദേശത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകട്ടെ. തിരുസാനത്തിന് മറവിൽ സൂക്ഷിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും നടത്തും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നിന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.